أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ومن الناس من يتخذ من دون الله أندادا يحبونهم كحب الله والذين آمنوا أشد حبا لله ولو يرى الذين ظلموا إذ يرون العذاب أن القوة لله جميعا وأن الله شديد العذاب. പക്ഷേ ദൈവം ഏകനാണെന്ന് സുവ്യക്തമായി വിളിച്ചോതുന്ന ഇത്തരം ദൃഷ്ടാന്തങ്ങൾ ഉണ്ടായിട്ടും ചില ജനം അല്ലാഹു അല്ലാത്ത ചിലരെ അവന്റെ സമന്മാരായി സങ്കൽപ്പിക്കുന്നു. അല്ലാഹുവിനെ സ്നേഹിക്കേണ്ടതുപോലെ അവരെ സ്നേഹിക്കുകയും ചെയ്യുന്നു. സത്യവിശ്വാസികളാവട്ടെ സർവോപരി അല്ലാഹുവിനെയാണ് സ്നേഹിക്കുന്നത്. കഷ്ടം, ശിക്ഷയെ മുന്നിൽ കാണുമ്പോൾ ബോധ്യപ്പെടുന്ന യാഥാർത്ഥ്യം സർവശക്തികളും അധികാരങ്ങളും അല്ലാഹുവിന്റെ മാത്രം കരങ്ങളിലാണെന്നും അല്ലാഹു കഠിന ദണ്ഡകനാണെന്നും ഈ അക്രമികൾ ഇന്നു തന്നെ ഗ്രഹിച്ചിരുന്നുവെങ്കിൽ. ബിസ്മില്ലാ അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസ്ഹബി അജ്മഈൻ അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കരുണാവാരിധിയായ റബ്ബ് നമ്മുടെ കൂടിയിരുത്തം ഒരു സാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്തി പരലോക വിജയം കരസ്ഥമാക്കുന്ന ഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. സൂറത്തുൽ ബഖറയുടെ 164 ആയത്ത് കഴിഞ്ഞ ക്ലാസ്സിൽ കഴിഞ്ഞതാണ്. പക്ഷെ 165 ആയത്തും അതിന്റെ അർത്ഥവുമാണ് ഞാനിവിടെ ഓതിയത്. പക്ഷെ കഴിഞ്ഞ ക്ലാസ്സിൽ 164 ആയത്തിന്റെ വിശദീകരണം പറയാൻ സമയം കിട്ടാത്തതുകൊണ്ട് ഇന്നത്തെ ക്ലാസ്സിലേക്ക് വെച്ചതായിരുന്നു. അപ്പൊ അതൊന്ന് പറയാം ഇൻഷാ അല്ലാഹ്. കഴിഞ്ഞ ക്ലാസ്സിൽ വലിയൊരായത്ത് വഇലാഹുക്കും ഇലാഹു വാഹിദ്, നിങ്ങളുടെ റബ്ബ് അത് ഏകദൈവമാകുന്നു. ലാ ഇലാഹ ഇല്ലാഹുവ, അവനല്ലാതെ വേറൊരു ദൈവമില്ല. അർ റഹ്മാന്, അവൻ റഹ്മാനാണ്. അർ റഹീമാണ്, കരുണാവാരിധിയാണ് എന്ന് പറഞ്ഞു. അതിനുശേഷം അള്ളാന്റെ തൗഹീദ് പറഞ്ഞു. എന്തുകൊണ്ടാണ് അവിടെ റഹ്മാനാണ് റഹീമാണ് എന്നൊക്കെ പറഞ്ഞു. അതായത് അള്ളാന്റെ കാരുണ്യം കൊണ്ടാണ് അവരൊക്കെ ജീവിച്ചു പോകുന്നത്, അല്ലേ? അള്ളാഹ് ഏകനായ റബ്ബിന്റെ. അപ്പൊ ഇനി തൗഹീദ് വിളിച്ചോതുന്ന ഈ പ്രകൃതിയിലേക്ക് നോക്കാൻ വേണ്ടിയിട്ട് അവരോട് ആജ്ഞാപിക്കുന്നുണ്ട് അള്ളാഹ്. നിങ്ങള് പ്രകൃതിയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അള്ളാഹ് ഒരൊറ്റ ശക്തിയേ ഉള്ളൂ എന്നുള്ളതിന്റെ തെളിവുകൾ കിട്ടും എന്നാണ് പറയുന്നത്. അപ്പൊ ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദി എന്ന് തുടങ്ങുന്ന ആ ആയത്ത് 164 ആയത്ത് വാനലോകത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടിയിലും രാപ്പകലുകൾ ഒന്നിനു പിറകെ ഒന്നായി നിരന്തരം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതിലും മനുഷ്യോപയോഗത്തിനുള്ള വസ്തുക്കളുമായി നദികളിലും സമുദ്രങ്ങളിലും സഞ്ചരിക്കുന്ന കപ്പലുകളിലും അള്ളാഹു മുകളിൽ നിന്ന് വർഷിക്കുന്ന ജലത്തിലും അതുവഴി നിർജീവമായ ഭൂമിയെ സജീവമാക്കുകയും അങ്ങനെ ഭൂമിയിൽ സകലവിധ ജീവജാലങ്ങളെയും പരത്തുകയും ചെയ്യുന്നു. കാറ്റുകളെ പായിക്കുന്നതിലും ആകാശഭൂമികൾക്കിടയിൽ ആജ്ഞാനുവർത്തിയായി നിർത്തിയിട്ടുള്ള മേഘങ്ങളിലുമെല്ലാം ഗ്രഹിക്കുന്ന ജനത്തിന് എണ്ണമറ്റ ദൃഷ്ടാന്തങ്ങളുണ്ട്. ഇവിടെ ഈ മൂന്നാല് പ്രകൃതി പ്രതിഭാസങ്ങളെ പറയുന്നത് ഒന്ന് വിശദീകരിക്കാൻ ഇൻഷാ അല്ലാഹ്. ഒരു മിനിറ്റ് ട്ടോ. ഇതിൽ പറയുന്ന ആദ്യത്തെ പ്രതിഭാസം ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ് എന്നാണ്. സ്ലൈഡിലേക്ക് നോക്കുക. സ്ലൈഡില് കുറച്ച് ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ്, ആകാശ ഭൂമികളുടെ സൃഷ്ടിപ്പിൽ ദൃഷ്ടാന്തമുണ്ട് എന്ന് പറഞ്ഞല്ലോ. ആകാശ ഭൂമികളുടെ സൃഷ്ടിപ്പിൽ ദൃഷ്ടാന്തമുണ്ട്. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ്.
അതായത് ഈ ആയത്തിന്റെ പറയുന്നത് മുമ്പ് പറഞ്ഞ ആയത്തിൽ പറഞ്ഞ അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു എന്ന് പറഞ്ഞ അള്ളാഹിന്റെ ഏകത്താണ് പറഞ്ഞത് ഈ ഒരു ആയത്തിന് മുന്നേ. പ്രപഞ്ചപിതാവായ ദൈവം ഏകനാണെന്നും അവൻ കരുണാമയനും ദയാപരനും എന്നുള്ള റഹ്മാനും റഹീമും പറഞ്ഞല്ലോ. അതാണ് ഇസ്ലാമിന്റെ മൗലികവും പ്രാഥമികവുമായ തത്വം. അത് പ്രസ്താവിച്ച ശേഷം ഈ സൂക്തത്തിൽ ആ സത്യം ബോധ്യപ്പെടുത്തുന്ന തെളിവുകൾ ചൂണ്ടിക്കാണിച്ചിരിക്കുകയാണ്. അതായത് മുന്നത്തെ ആയത്തിൽ പറഞ്ഞ ചെറിയ ആയത്തുണ്ടല്ലോ, അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ റഹ്മാനുർ റഹീം എന്നുള്ള ആ ഒരു അതിന്റെ തെളിവുകളാണ് ഇനിയിപ്പോ ഈ ആയത്തിൽ പറയുന്നത്. അതായത് മനുഷ്യൻ ഏത് കാര്യവും വിശ്വസിക്കുന്നതും നിഷേധിക്കുന്നതും തെളിവുകളും ന്യായങ്ങളും നോക്കിയാണല്ലോ. തെളിവുകളും ന്യായങ്ങളും നോക്കി തള്ളുകയും കൊള്ളുകയും ചെയ്യുന്നതിന് വേണ്ടിയാണ് അള്ളാഹു അവന് ബുദ്ധിയും വിവേചന ശക്തിയും പ്രദാനം ചെയ്തിട്ടുള്ളത്. ദൈനംദിന ജീവിത പ്രശ്നങ്ങളെ എന്ന പോലെ ആത്മീയ ധാർമ്മിക സത്യങ്ങളെയും സമീപിക്കേണ്ടത് തെളിവുകളിലൂടെയും ന്യായങ്ങളിലൂടെയും വെളിച്ചത്തിൽ തന്നെയാണ്. അതായത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ചാല്, ഏതൊരു കാര്യം മനുഷ്യനോടിപ്പോ നമ്മളിപ്പോ ഒരാളോട് ഒരു കാര്യം പറയുമ്പോൾ അവര് അത് കണക്ട് ചെയ്ത് നോക്കൂല്ലേ, ശരിയാണോ, അവർക്ക് കിട്ടിയ തെളിവുകളും അവരുടെ ചിന്തയും വെച്ചിട്ട് അവരിങ്ങനെ ന്യായമാണോ ആ പറഞ്ഞത്, ശരിയാണല്ലോ, അതിങ്ങനെയാണല്ലോ എന്നൊക്കെ വെച്ച് നമ്മൾക്ക് അല്ല തന്ന അപ്പൊ ഒരാളൊരു കാര്യം പറഞ്ഞ ആ വാക്കുകളിൽ അങ്ങനെ അങ്ങ് എടുക്കല്ല നമ്മൾ ചെയ്യല്ല. നമ്മളെ ബുദ്ധി വെച്ച് ഒന്ന് ചിന്തിക്കുക, ശരിയാണല്ലോ, അതിലൊരു എന്തൊക്കെയോ ശരിയാണല്ലോ എന്ന് നമ്മൾ ചിന്തിച്ച് കണ്ടെത്താറുണ്ട്. അതുപോലെ തന്നെയാണ് ഇവിടെയും പറയുന്ന ആത്മീയമായ കാര്യങ്ങളാണെങ്കിൽ ധാർമ്മികമായ സത്യങ്ങളൊക്കെ നമ്മൾ സമീപിക്കേണ്ടത് തെളിവുകളുടെയും ന്യായങ്ങളുടെയും വെളിച്ചത്തിൽ തന്നെയാണ്. അപ്പൊ അത് ആ അള്ളാനെ നമ്മൾ കണ്ടെത്താൻ വെറുതെ അങ്ങ് വിശ്വസിച്ച് അങ്ങ് എല്ലാം ഒരു അന്ധമായി വിശ്വസിച്ച് നടക്കാനല്ല അള്ളയും പറയും. നിങ്ങൾ ചിന്തിക്ക്, ഗ്രഹിക്ക്, നിങ്ങൾ മനസ്സിലാക്ക്, നിങ്ങൾക്ക് തന്ന ബുദ്ധി വെച്ച് ഇങ്ങനെ പ്രകൃതിയിലേക്ക് നോക്ക്, അപ്പൊ നിങ്ങൾക്ക് അള്ളാന്റെ തൗഹീദ് കണ്ടെത്താൻ കഴിയും എന്ന് പറയുന്നു. അപ്പൊ ഖുർആൻ അതിന്റെ തത്വങ്ങളും വിധിവിലക്കുകളും എല്ലാം അവതരിപ്പിക്കുന്ന ദൃഷ്ടാന്തങ്ങളുടെ തെളിവുകളുടെയും ന്യായങ്ങളുടെയും അകമ്പടിയോടെ മാത്രമാണ്. അല്ലാതെ മനുഷ്യനോട് വെറുതെ അങ്ങ് വിശ്വസിക്കാൻ പറയുന്നതിന് പകരം നിങ്ങൾ കണ്ണുകൊണ്ട് കാണുന്ന ഈ പ്രകൃതിയിൽ സംവിധാനിച്ചിട്ടുള്ള കാര്യങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇതിന്റെ ഒരു മറുപുറം നിങ്ങൾക്ക് ബാക്കി അതിന്റെ കൂടെ ആ തെളിവുകളുടെ കൂടെ കണ്ണിൽ കാണുന്ന ആ കാഴ്ചയിൽ ഉൾക്കാഴ്ചയോടുകൂടി തന്ന ബുദ്ധിയും കൂടി ഉപയോഗിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ബാക്കിലെ കാര്യങ്ങൾ പിടികിട്ടും എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ ആയത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പിന്നെ ഫി ഖൽഖിസ് സമാവാത്തിൽ അവസാനം ഈ ആയത്തിന്റെ അവസാനം പറയുന്നുണ്ട് അല്ല ആയാത്തിൻ ലിഖൗമി യഖിലൂൻ എന്ന് പറഞ്ഞു. ചിന്തിക്കുന്ന ഗ്രഹിക്കുന്ന ജനത്തിന് ആയാത്തുണ്ട് ഇത്രയും കാര്യങ്ങളിൽ. ഇവിടെ ആയത്ത് എന്നതിന്റെ അർത്ഥം ദിവ്യാത്ഭുതം, ദൃഷ്ടാന്തം, അടയാളം, ലക്ഷണം, ദൈവിക സൂക്തം. അതായത് നമ്മള് ഖുറാനിലെ ആയത്ത് എന്നാണ് പറയല്ലേ, സൂക്തങ്ങൾ എന്നുള്ളതിൽ ആയത്ത് തന്നെയാണ് ഉപയോഗിക്കുന്ന വാക്ക്. അതിന്റെ മറ്റർത്ഥം അടയാളം എന്ന് പറയാറുണ്ട്. അതൊരു ആയത്താണ് എന്ന് പറയുന്നത്. ഇപ്പൊ എന്താ പറയാ, ഒരു ആയത്ത് ഇപ്പൊ പ്രവാചകൻ ഇപ്പൊ ദിവ്യാത്ഭുതം എന്നൊക്കെ പറയുന്നത് ഈ മൂസാ നബിക്ക് കൊടുത്ത വടി, അത് അല്ലെ, പാമ്പായെന്ന വടി, അതുപോലെ തന്നെ കക്ഷത്തിലുണ്ടാകുന്ന അതൊക്കെ ആയത്തുകളാണ്. അള്ളാഹിന്റെ മുജിസത്തുകളായ അതൊക്കെ ദിവ്യാത്ഭുതങ്ങളൊക്കെ തന്നെ ഈ ആയത്ത് എന്ന വാക്കിൽ ഉണ്ട്. ഖുറാനിൽ പല സ്ഥലങ്ങളിൽ അങ്ങനെ ഉപയോഗിച്ചിട്ടുണ്ട്. ഇതിൽ പ്രവാചകന്മാർ ചിലപ്പോൾ കാണിക്കാറുള്ള ദിവ്യാത്ഭുതങ്ങൾ, അതായത് അമാനുഷിക സിദ്ധികൾ കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞ മൂസാ നബി അതൊക്കെ കാണിക്കുന്ന പ്രവാചകന്മാർ യഥാർത്ഥത്തിൽ അള്ളാഹുവിങ്കിലും നിയുക്തരാകുന്നു എന്നതിന്റെ തെളിവും ദൃഷ്ടാന്തവുമാകുന്നു. അപ്പൊ എന്തുകൊണ്ടാണ് ദിവ്യാത്ഭുതങ്ങള് അള്ളാന്റെ ഒരു ഇതാണ്. അമാനുഷികം എന്ന് പറയുന്നത് മനുഷ്യന് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് ആ ഒരു കാര്യം, അതായത് ഇപ്പൊ മൂസാ നബിന്റെ പാമ്പ് നിലത്തിട്ട വടിയാവ് എന്നുള്ള ആ ഒരു പ്രോസസ്സ് അത് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇതൊരു മനുഷ്യന് ചെയ്യാൻ പറ്റണതല്ല എന്നുള്ളത്. അപ്പൊ അതിന്റെ ബാക്കിൽ ഒരു അമാനുഷികമായ എന്തോ ഉണ്ട്, ഒരു അള്ള ഉണ്ട്, ഒരു ശക്തി ഉണ്ട് എന്നതിന്റെ ഒരു തെളിവാണ് ഇത്തരം ദിവ്യാത്ഭുതങ്ങൾ എന്നാണ് ഒന്നാമതായിട്ട് പറയുന്ന ആയത്ത്. എന്നാൽ സ്വന്തം നിയോഗത്തിന്റെയും സന്ദേശത്തിന്റെയും യാഥാർത്ഥ്യത്തിന് തെളിവായി പ്രവാചകന്മാർ വിരളമായേ അത്തരം ദിവ്യാത്ഭുതങ്ങൾ പ്രദർശിപ്പിക്കാറുള്ളൂ. ദിവ്യാത്ഭുതങ്ങൾ പ്രവാചകന്മാർക്ക് യഥേഷ്ടം അവതരിപ്പിക്കാൻ കഴിയുന്നതല്ല. അള്ളാഹു നിശ്ചയിക്കുമ്പോൾ അവൻ നിശ്ചയിച്ച വിധത്തിൽ മാത്രമേ അത് സാധിക്കൂ എന്നാണ് അതിന്റെ കാരണം. ഒരു ദിവ്യാത്ഭുതം പ്രത്യക്ഷപ്പെടുത്തണമെന്ന് പ്രവാചകനോ ദിവ്യാത്ഭുതം കാണണമെന്ന് അദ്ദേഹത്തിന്റെ സമുദായമോ ആഗ്രഹിക്കുമ്പോൾ അള്ളാഹു ആ പ്രവാചകൻ അതിന് കഴിവും അനുമതിയും നൽകിക്കൊള്ളണമെന്നില്ല. കാര്യകാരണ നിയമങ്ങൾക്ക് അപ്പുറമുള്ള പ്രകൃത്യാതീത പ്രതിഭാസങ്ങൾ പ്രത്യക്ഷപ്പെടുത്തി ആളുകളെ വിസ്മയിപ്പിച്ച് വിശ്വസിപ്പിക്കുക അള്ളാഹുവിന്റെ ലക്ഷ്യമല്ല എന്നതു തന്നെയാണ് അതിന് കാരണം.
മനസ്സിലായില്ലേ എന്തുകൊണ്ടാണ് അള്ളാഹു ഈ ഒരു പിന്നെ ഇപ്പോ നമ്മൾ വിചാരിക്കും പ്രവാചകനൊക്കെ ഇപ്പൊ എന്തോരം ജനങ്ങളെ അള്ളാഹുവിലേക്ക് വിളിച്ചു, എന്നിട്ടും ആളുകൾ വന്നില്ല. അതുപോലെ നൂഹ് നബി ഒരുപാട് വർഷം ദഅവത്ത് ചെയ്തിട്ട് വളരെ വിരലിലെണ്ണാൻ മാത്രം ആളുകളാണ് 950 വർഷമൊക്കെ പ്രബോധനം ചെയ്തു, അത്രയും വന്നിട്ടുള്ളൂ. അപ്പൊ എന്തേ ഈ നൂഹ് നബിക്ക് ഒരു ദിവ്യാത്ഭുതങ്ങൾ കാണിച്ചിട്ട് നിങ്ങൾ നോക്കൂ ഇതൊക്കെ ദൈവത്തിന്റെ അത്ഭുതങ്ങളാണ് എന്ന് പറഞ്ഞിട്ട് കാണിച്ചിട്ട് വിശ്വസിപ്പിക്കാമായിരുന്നില്ലേ? അല്ലെങ്കിൽ അവർ ചോദിക്കുമ്പോ പ്രവാചകനോട് എത്രയോ തവണ ആളുകൾ ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ ഞങ്ങൾക്കൊരു ഇത് ഇറക്കിത്താ, ഭക്ഷണത്തിറക്കി ഇറക്കിത്താ, അങ്ങനത്താ മലക്കുകൾ ഇറക്ക്, ഞങ്ങളൊന്ന് കാണട്ടെ, നീ അന്ത്യസമയം എവിടെ, നീ കുറെ അല്ല പറയുന്നു, എവിടെയാണത് എന്നിങ്ങനെ ചോദിച്ച് കാണിക്കാൻ പറയലുണ്ടായിരുന്നു. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ അള്ള മുഅ്ജിസത്തുകൾ കൊടുക്കുന്നത് പ്രവാചകൻ ആഗ്രഹിക്കുമ്പോഴോ, അല്ലെങ്കിൽ പ്രവാചകൻ ആഗ്രഹിച്ചിട്ട് ഇപ്പൊ എന്നാ ഇതങ്ങ് കാണിച്ചു കൊടുക്കട്ടെ എന്ന് ജനങ്ങൾ വിശ്വസിക്കുമ്പോൾ എന്ന് അതിയായി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോഴോ അല്ല, മറിച്ച് അവിടുത്തെ ജനങ്ങളും ചോദിക്കുമ്പോഴോ അല്ല. അപ്പൊ ഓരോന്നിനും എപ്പോ അത് ഇറക്കണം എന്നുള്ളത് അള്ളാഹുവിന്റെ യുക്തിയിൽ നിന്ന് ആ കറക്റ്റ് സമയത്ത് വേണമെങ്കിൽ അത് ഇറക്കുക എന്നുള്ളതാണ് ഈ മോചിസത്തുകളുടെ ഒരു വിധി എന്ന് പറയുന്നത്. അല്ലാതെ മനുഷ്യരുടെ ഒരു ചിന്തയിൽ നിന്ന് വരുന്നതല്ല അതൊന്നും. അപ്പൊ ഇവിടെ കാര്യകാരണ ബന്ധങ്ങൾക്ക് വഴങ്ങാത്ത, അപ്പൊ ഈ മോചിതത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ദിവ്യാത്ഭുതങ്ങൾ, അമാനുഷിക അത്ഭുതങ്ങൾ എന്തായാലും കാര്യകാരണ ബന്ധമൊന്നും കണക്ട് ചെയ്യാൻ പറ്റില്ല. അത് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു വിഷയം അതാണ്. അപ്പൊ നമുക്കൊരു മനുഷ്യന്റെ ബുദ്ധിക്ക് ചിന്തിച്ചാൽ കിട്ടില്ല, അതെന്തേ അങ്ങനെയായി? ഇപ്പൊ മൂസാ നബി ഇസ്ലാമിന്റെ വടി പാമ്പായി. ഒരിക്കലും നമ്മൾ പഠിച്ച ഒരു സയൻസോ ഫിസിക്സോ അല്ലെങ്കിൽ പ്രകൃതിയിലെ ബാക്കി സംവിധാനങ്ങളോ വെച്ച് ചിന്തിച്ചാലൊന്നും ആ വടി പാമ്പായത് എങ്ങനെയെന്ന് ആലോചിച്ചാൽ നമുക്ക് കിട്ടില്ല. കാര്യകാരണ ബന്ധം അവിടെ കിട്ടൂല. അപ്പൊ അതാണ് മോചിതത്തുകൾ എന്ന് പറയുന്നത്, മാനുഷികമായ കാര്യങ്ങള്. അപ്പൊ അങ്ങനെ ഈ അത്ഭുതങ്ങള് കാര്യകാരണ ബന്ധങ്ങൾക്ക് വഴങ്ങാത്ത പ്രകൃത്യാതീത പ്രതിഭാസങ്ങൾ മനുഷ്യന്റെ യുക്തി കൊണ്ടും ചിന്താശക്തി കൊണ്ടും വിശകലനം ചെയ്യുക സാധ്യമല്ല. അത്തരം അത്ഭുതങ്ങൾ കാണുമ്പോഴുണ്ടാകുന്ന വിശ്വാസം യുക്തിയാധിഷ്ഠിതമാവുകയുമില്ല. ഇവിടെ ഇതിൽ പ്രശ്നം എന്താ വെച്ചാല് ഇങ്ങനത്തെ അത്ഭുതങ്ങൾ കണ്ടുകൊണ്ട് ആളുകളെ വിശ്വസിപ്പിച്ചു കഴിഞ്ഞാല് അതൊരിക്കലും മനുഷ്യന്റെ ബുദ്ധിയിൽ നിന്ന് വന്ന ഒരു വിശ്വാസമാവില്ല. മനസ്സിലായില്ലേ? ഞാൻ പറയുന്നത് മനസ്സിലാവുന്നില്ല. അതായത് ഒരാളിപ്പോ കുറേ അത്ഭുതങ്ങൾ കാണിച്ചു, പ്രവാചകൻ വന്നിട്ട്, എന്നിട്ട് കുറെ അത്ഭുതങ്ങൾ കാണിച്ചിട്ട് അതാ ദൈവമുണ്ട്, നീ എനിക്ക് ദൈവത്തിന്റെ അടുത്ത് കിട്ടിയതാണെന്ന് പറഞ്ഞ് കുറെ അത്ഭുതങ്ങൾ കാണിച്ചിട്ട് ആ മനുഷ്യർ വിശ്വസിച്ചു എന്ന് വിചാരിക്കാം. പക്ഷെ അത്തരത്തിലുള്ള ഒരു വിശ്വാസം ഒരിക്കലും തനിക്ക് അള്ള നൽകിയ ബുദ്ധിയുടെ ഉള്ളിൽ നിന്നുകൊണ്ടുള്ള വിശ്വാസമല്ല. ഇതെന്തോ മനുഷ്യന്മാർക്കൊന്നും പറ്റാത്ത എന്തോ ഒരു സാധനം എന്നുള്ള തരത്തിലുള്ള. പക്ഷെ ഈ ബുദ്ധി ഇപ്പൊ ഖുറാന്റെ ഒരു ശൈലി എന്ന് വെച്ചാൽ മനുഷ്യന് നൽകിയ ബുദ്ധി വെച്ച് അവന് ചിന്തിച്ചാൽ കിട്ടുന്ന തരത്തില് അള്ളാനെ കണ്ടെത്താൻ പറ്റുന്ന രീതിയിലാണ് തെളിവുകൾ നിരത്തിയിട്ടുള്ളത്. മനസ്സിലായോ? അപ്പൊ ദീനിന്റെ തത്വങ്ങളും വിധിവിലക്കുകളും മനുഷ്യൻ സ്വന്തം ബുദ്ധി കൊണ്ടും ചിന്താശക്തി കൊണ്ടും പരിശോധിച്ച് ബോധ്യപ്പെട്ടു സ്വീകരിക്കണമെന്നാണ് അള്ളാഹു ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് പ്രവാചകന്മാർ ചില സന്നിഗ്ധ ഘട്ടങ്ങളെ നേരിടുമ്പോൾ മാത്രമേ അള്ളാഹു പ്രകൃത്യാതീത അത്ഭുത ദൃഷ്ടാന്തങ്ങൾ പ്രത്യക്ഷപ്പെടുത്താറുള്ളൂ. അതായത് ഇപ്പൊ മൂസാ നബിക്ക് കടൽ പിളർന്നു കൊടുത്തു, അത് വലിയ ഒരു മോചിസത്താണ് അല്ലെ? കടൽ പിളർന്ന് ചെങ്കടൽ പിളർന്ന് പോയത്. ഇബ്രാഹിം നബിക്ക് ഞാൻ ആറു കൂനി വർദ്ധം വസലാമൻ അല ഇബ്രാഹിം എന്ന് പറഞ്ഞിട്ട് തീനെ, നമുക്കെല്ലാവർക്കും ചിന്തയിൽ തീ എപ്പോഴും ചൂടാ, കാണുമ്പോൾ തന്നെ നമുക്കറിയാം അത് ചൂടാണ് ആ കത്തുന്നത്, പക്ഷെ അതൊരിക്കലും തണുപ്പാന്ന് നമുക്ക് ആലോചിച്ചൂടാ. അപ്പൊ അതാണ് സംഭവിച്ചത് ഇബ്രാഹിം നബിയുടെ കാര്യത്തില്. അതുപോലെയുള്ള മുജിസത്തുകൾ വളരെ വിരളമായിട്ട്, അതായത് പ്രവാചകന് ഇനിയൊരു വഴിയില്ല. ഇബ്രാഹിം നബീനൊക്കെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? സത്യം ആ സമുദായത്തിന് ബോധ്യപ്പെട്ട് എല്ലാം കഴിഞ്ഞ് ഇനി അവര് സത്യം ബോധ്യപ്പെട്ടിട്ടും പ്രവാചകനെ കൊല്ലാൻ തീരുമാനിച്ചതാ. അപ്പൊ ആ സന്ദർഭത്തിനാണ് അള്ളാഹ് രക്ഷപ്പെടുത്തുന്നത്. മൂസാ നബിയോ എല്ലാം പ്രവാചകൻ അള്ളാഹു പറഞ്ഞ പോലെ ആ ബനിസ്രായേലരെ കൊണ്ട് രാത്രി ഇറങ്ങി പുറപ്പെട്ടു ഓടി രക്ഷപ്പെടുന്ന സമയത്ത് ഈ ഫിറൗനും സൈന്യരും ബാക്കിൽ വന്നിട്ട് ഇനി ഒരു മുന്നിൽ കടലും ബാക്കിൽ ഫിറൗനും സൈന്യവും നിൽക്കുന്ന ഒരു വല്ലാത്തൊരു സന്നിഗ്ധ ഘട്ടത്തിലാണ് ആ ഒരു മോചിസത്ത് ഇറങ്ങിയിട്ട് കടൽ പിളരുന്നത്. അപ്പൊ അത്തരത്തിലുള്ള സന്ദർഭത്തിൽ മാത്രമേ ഇത്ര അത്ഭുത ദൃഷ്ടാന്തങ്ങൾ പ്രത്യക്ഷപ്പെടുത്താറുള്ളൂ എന്നാ. വല്ലാതെ ഒരു ആൾ ചോദിക്കുക, നീ അതൊന്ന് അതൊന്ന് കാണിച്ച എന്നാ ഞാൻ വിശ്വസിക്കും. ഇങ്ങനെ സില്ലി ആയ കാര്യങ്ങൾക്ക് വേണ്ടി അള്ളാഹിന്റെ മോചിതത്വം അത്ഭുതങ്ങൾ ഇറങ്ങുകയില്ല എന്നുള്ളതാണ്. ഇവിടെ മൂസാ നബിയുടെ വടിയെ കുറിച്ച് പറയുന്ന ആബിജാരുടെ മുന്നിൽ മൂസാ അലൈഹി സ്വലാമിയുടെ വടി പാമ്പായതും അദ്ദേഹത്തിനും ഇസ്രായേലർക്കും കടന്നു പോകാൻ കടൽ പിളർന്ന് വരണ്ട വഴിയുണ്ടാക്കിയതും ബദറിൽ മുസ്ലിങ്ങളെ അദൃശ്യ സൈന്യം സഹായിച്ചതും അതും നമുക്കറിയാലോ അല്ലെ? ബദറില്
മുന്നൂറ്റി ചില്ലാൻ ആളുകൾ സത്യവിശ്വാസികൾ ഉണ്ടായിരുന്നു. ബാക്കി മുഴുവൻ അവർ ബദർ ജയിക്കാനുള്ള കാരണം അള്ളാന്റെ സഹായം മലക്കുകൾ വഴി കിട്ടിയതാണ്. മലക്കുകൾ വഴി അള്ളാഹു ഇറക്കി കൊടുത്തതാണത്. ഒരു മിനിറ്റ്. ഓക്കെ, അള്ളാഹു ഇറക്കി കൊടുത്തതാണ് ബദറിലെ ആ വിജയം. അപ്പൊ ഇതില് അതുപോലുള്ള അത്ഭുത ദൃഷ്ടാന്തങ്ങൾ പരിശോധിച്ച് അഭ്യാസം കാണിച്ച് പ്രേക്ഷകരിൽ നിന്ന് പണം പിരിക്കുന്ന സർക്കസുകാരനെ പോലെ അത്ഭുത ദൃഷ്ടാന്തം കാണിച്ച് ജനങ്ങളുടെ വിശ്വാസം നേടുകയായിരുന്നില്ല പ്രവാചകന്മാരുടെ പരിപാടി. പ്രവാചകന്മാർ ജനങ്ങളെ സത്യത്തിലേക്ക് ക്ഷണിക്കപ്പെടുന്നത് സത്യത്തിലേക്ക് തന്നെയാണ് എന്ന് ബോധ്യപ്പെടുത്തുന്ന തെളിവുകളും ന്യായങ്ങളും ചൂണ്ടിക്കാണിച്ചു കൊണ്ടായിരിക്കണം. ഈ ഒരു ഇത് കോണ്ടക്സ്റ്റോടെ കഴിയാണ്. അതായത് നമ്മൾ ഞാനിപ്പോ പറഞ്ഞ കാര്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട വലിയൊരു പോയിന്റ് എന്താന്ന് വെച്ചാല് ഇപ്പൊ നമ്മൾ തന്നെ ദഅവ ചെയ്യുമ്പോഴൊക്കെ നമ്മുടെ എതിരാളികൾ നമ്മളോട് ചോദിച്ചേക്കാം, ഇപ്പൊ തന്നെ പലപ്പോഴും പറയാറുണ്ട്, ഗസയിൽ നടക്കുന്ന സംഭവ വികാസങ്ങൾ എന്താ നിങ്ങളുടെ പടച്ചോൻ കാണുന്നില്ലേ? നിങ്ങളുടെ പടച്ചോൻ എന്താ അത് ഇത്രയും പട്ടിണി കിടന്ന് ജനങ്ങൾ മരിക്കുമ്പോഴും കഷ്ടപ്പെടുമ്പോഴും കുട്ടികൾ ഒരുപാട് മരിച്ചു പോകും, ദൈവം ഇതൊന്നും കാണുന്നില്ലേ? എന്താ ഒന്നും ചെയ്യാത്തത്? മുഅ്ജിസത്ത് ഇറക്കിക്കൂടെ? ഇതുപോലത്തെ അത്ഭുതങ്ങളിലൊക്കെ കഴിയുന്ന ദൈവത്തിന് അങ്ങനെ ചെയ്തൂടെ, ഇങ്ങനെ ചെയ്തൂടെ എന്നൊക്കെ പറയുമ്പോഴും നമ്മൾ ചിന്തിക്കേണ്ടത് അള്ളാഹുവിന് ഒരു സമയവും കാര്യവും ഇങ്ങനത്തെ അത്ഭുതകരമായ ഇതൊക്കെ ഇറക്കണമെങ്കിൽ അതിനൊരു സമയം എത്തേണ്ടതുണ്ട്. അല്ലെങ്കിൽ ഒരു അസന്നിഗ്ധ ഘട്ടം, അല്ലെങ്കിൽ അള്ളാന്റെ ഹിക്മത്തിൽ നിന്നാണ് അത് വരുന്നത്. അല്ലാതെ നമ്മൾ അങ്ങ് ചിന്തിക്കുന്നത് എന്തേ അങ്ങനെ ചെയ്തൂടെ, എന്തേ ഇങ്ങനെ ചെയ്തൂടെ, നമ്മൾ ആ ചെറിയ ബുദ്ധി കൊണ്ട് ചിന്തിക്കുന്നതിൽ നിന്ന് ഇങ്ങനെ തോന്നുമ്പോൾ ചെയ്യാനുള്ളതല്ല അത്ഭുതങ്ങൾ. പിന്നെ രണ്ടാമത്, ഈ പ്രവാചകന്മാർ എന്ന് പറയുന്ന സർക്കസുകാരെ പോലെയല്ല. അവരിങ്ങനെ അത്ഭുതങ്ങൾ കാണിച്ച് ജനങ്ങളെ വിസ്മയിപ്പിച്ച് ഒരു കയ്യിലെടുക്കുന്ന ഒരു അവസ്ഥയാണ് അവർക്ക്, സർക്കസും മാജിക്കും ഒക്കെ. പക്ഷെ പ്രവാചകന്മാര് പറയുന്ന കാര്യങ്ങൾ സത്യവും ആ സത്യം നമുക്ക് തന്നെ വേറെ ഒരു മോചിതത്വോ അല്ലെങ്കിൽ അത്ഭുതമോ കാണിക്കാതെ നമ്മൾ ജീവിക്കുന്ന ഈ പ്രകൃതിയിൽ നിന്ന് സ്വന്തം ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ കിട്ടാവുകയും ബോധ്യപ്പെടുന്ന അത്തരം തെളിവുകൾ ന്യായങ്ങളുള്ള കാര്യങ്ങളാണ് ഈ പ്രവാചകന്മാർ പഠിപ്പിക്കുന്ന കാര്യം. ഇനി ഇവിടെ ഈ ഒരു സൂക്തത്തിൽ ഏകദൈവത്തിന്റെയും ദൈവകാരുണ്യ ദൃഷ്ടാന്തങ്ങളായി ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് അതീവ ലളിതവും, അതായത് അള്ളാന്റെ ഇപ്പൊ ഞാൻ പറയാൻ പോകുന്ന പ്രകൃതി പ്രതിഭാസങ്ങളിൽ രണ്ട് കാര്യമാണ് നമുക്ക് കാണാൻ കഴിയട്ടോ. ഒന്ന് തൗഹീദ്, ദൈവം ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ദൈവം ഒറ്റ ദൈവമാണ്, ഏകനാണ്, ബഹുദൈവങ്ങളല്ല ഈ പ്രപഞ്ചം സൃഷ്ടിച്ചെന്നതിന്റെ ആ തെളിവ് കാണും. രണ്ട്, അള്ളാന്റെ കാരുണ്യം മുഴുവൻ ഈ പ്രകൃതി പ്രതിഭാസങ്ങളിൽ മുഴച്ചു നിൽക്കുന്നതായിട്ടും കാണാൻ കഴിയും. അപ്പോ വളരെ എന്താ പറയുക, ലളിതവും ഏത് സാധാരണക്കാരനും സുഗ്രഹവും അതോടൊപ്പം വളരെ അത്ഭുതകരവും മഹത്തരവുമായ സംഗതികളാണ് ഇതിലൂടെ കാണിക്കുന്നത്. ഏത് മനുഷ്യനും പിറന്നു വീഴുന്നത് മുതൽ മരണം വരെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന അത്യത്ഭുത പ്രതിഭാസങ്ങളാണ് ഇതിൽ പറയുന്നത്. ഇപ്പോൾ അവ അത്ഭുതങ്ങളും ദൃഷ്ടാന്തങ്ങളുമായി നമുക്ക് തോന്നുന്നില്ലെങ്കിൽ അതിന് കാരണം അവയുമായുള്ള നമ്മുടെ ചിരപരിചയം മാത്രമാണ്. ഈ നിത്യപരിചയത്തെ ഒരു നിമിഷം വിസ്മരിച്ചുകൊണ്ട് ജീവിതത്തിൽ ആദ്യമായി കാണുന്നത് പോലെ പ്രപഞ്ചത്തെ ഒന്ന് നോക്കുക. അപ്പോഴറിയാം അതിന്റെ ഗാംഭീര്യവും അത്ഭുതവും മഹത്വവും അതിന്റെ പ്രവർത്തന രീതിയിലും ഘടനയിലും അടങ്ങിയ യുക്തിയും ആസൂത്രണവും ഒക്കെ. അവയെല്ലാം അതുല്യനും ഏകനും സർവശക്തനും സർവജ്ഞനും യുക്തിമാനുമായ ഒരു സൃഷ്ടാവിന്റെ സാന്നിധ്യം നിങ്ങളോട് വിളിച്ചു പറയുന്നത് പോലെ തോന്നും. അതുകൊണ്ട് വിശുദ്ധ ഖുർആൻ ദൈവാസ്തിത്വത്തിനും അവന്റെ ഏകത്വത്തിനും മഹത് ഗുണങ്ങൾക്കുമുള്ള ഏറ്റവും ശക്തവും യുക്തവുമായ ദൃഷ്ടാന്തമായി ചൂണ്ടിക്കാണിക്കുന്നത് നാം ജീവിക്കുന്ന പ്രപഞ്ചത്തെയാണ്. ഇവിടെ ഇപ്പൊ ഈ പറഞ്ഞ ഈ പാരഗ്രാഫ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമുക്ക് ഈ പ്രകൃതിയിൽ ഒന്നിലും ഒരു അത്ഭുതം തോന്നുന്നില്ലെങ്കിൽ അതിന്റെ ഒരു കാരണം എന്താന്ന് വെച്ചാല് നമ്മൾ സ്ഥിരമായി ഒരു സാധനം കാണുമ്പോൾ നമുക്ക് അതിനെ കുറിച്ച് ചിന്തിക്കാൻ തോന്നൂല. അതൊന്ന്. നമ്മളോട് പറയുന്നത് ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത് ആദ്യമായിട്ട് കാണുന്ന പോലെ. ആദ്യമായിട്ടൊരു സാധനത്തെ കാണുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ചിന്തിക്കുക അല്ലെ? ഒരുപാട് നമ്മൾ ചിന്തിക്കും. ഇപ്പോ നമ്മുടെ ഇവിടെ ഫനാറില് ഒരു സംഭവമുണ്ട്. ഫനാറില് ഫ്രീ ആയിട്ട് നമുക്ക് ഒരു എന്താ പറയുക 3D മക്കത്ത് ഉംറ ചെയ്യുന്ന ആ ഒരു സ്ഥലങ്ങളും മറ്റുമൊക്കെ നമുക്ക് കണ്ണില് ഇത് വെച്ചിട്ട് 3D ക്യാമറ വെച്ചിട്ട് അവര് പിന്നെ വിഷ്വലൈസ് ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റി അവിടെ ഉണ്ട്. ശരിക്കും അത് നമ്മൾ കണ്ടു കഴിയുമ്പോൾ വിചാരിക്കുവോ, നമ്മൾ ആദ്യമായിട്ട് അത് കാണുമ്പോൾ, സ്ഥിരമായിട്ട് കാണുന്ന ആൾക്ക് ഒന്നും തോന്നൂല. പക്ഷെ ആദ്യമായിട്ട് ഈ ടെക്നോളജി ഒന്നും ഇത്ര ഡെവലപ്ഡ് ആയിട്ട് അറിയാത്ത ഒരാളത് കാണുമ്പോൾ ഭയങ്കര അത്ഭുതമായിരിക്കും. ഒരു മക്കത്ത് പോയി വന്ന ഒരു ഫീലിംഗ് അത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നുണ്ട് അല്ലെ?
അത് ഭയങ്കര അത്ഭുതം. ഒന്നാമത് നമ്മൾ ചിന്തിക്കും ഈ ടെക്നോളജി ഇത്രയും ഡെവലപ്ഡ് ആയല്ലോ ഒന്നാമത്. രണ്ടാമത് അവിടെ പോയി വരുന്ന ഒരു മനസ്സിന് കിട്ടുന്ന ഒരു ഫീലിംഗ്, അത് അവിടെ അവരാ ചിത്രീകരിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ അതൊക്കെ നമുക്ക് അപ്പൊ അത്തരത്തില് എന്ത് കാര്യം ആദ്യമായിട്ട് നമ്മൾ കാണുമ്പോ നമുക്കത് ചിന്തയിലേക്ക് എന്തൊക്കെയോ അങ്ങ് പൊട്ടി വരും. ഇത്രയും നമ്മളത്ര അത്ഭുതം തോന്നും. പക്ഷെ സ്ഥിരമായിട്ടൊരു കാര്യം ചെയ്ത് സ്ഥിരമായിട്ടൊന്ന് കാണുമ്പോ ഇതിലെന്ത് അത്ഭുതം? ഇതെന്ത്? എന്നുള്ള ചിന്തയാണ്. അപ്പൊ നമ്മള് ഇതിന് മുന്നേ ഏതോ ഒരു ക്ലാസ്സിൽ നമ്മള് ഒരു വെള്ളത്തെക്കുറിച്ച് പഠിച്ചിരുന്നു. ജലത്തിന്റെ ലഭ്യതയും കാര്യവും ജലം നമ്മൾ എത്രമാത്രം സൂക്ഷിച്ച് ഉപയോഗിക്കണം എന്നുള്ളതിന്റെ ഒരു ക്ലാസ് നടന്ന സമയത്ത് അതിലുണ്ടായിരുന്നു കേരളക്കരയില് ജലത്തിന് യാതൊരു വിലയുമില്ല. ഒരു വിലയുമില്ല. അതുപോലെയല്ല മരുഭൂമികളിലും മറ്റും ജീവിക്കുന്ന ആളുകൾ, കടലില്ലാത്തൊരു രാജ്യത്ത് മഴയില്ലാത്തൊരു രാജ്യം ജീവിക്കുന്ന പോലെയല്ല കേരളക്കരയിലെ ജനങ്ങള്. മഴ ഇഷ്ടം പോലെ കിട്ടി. അവർക്ക് ചില സമയത്ത് മഴ കൂടിയിട്ടുള്ളത് കൊണ്ട് വെള്ളം കണ്ട് 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 അവരിങ്ങനെ ദിവസവും 2ഉം 3ഉം നേരമൊക്കെ കുളിക്കുന്നവരുണ്ടാവും ല്ലേ? അതും കോരി കോരി കുളിച്ച് 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 വെള്ളം അങ്ങനെ മുക്കിപ്പാരുന്ന ഒരവസ്ഥ വരുന്നത് എന്തുകൊണ്ടാ? നമ്മൾ സ്ഥിരമായിട്ട് വെള്ളം കണ്ട് 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 നമുക്ക് വെള്ളത്തിനൊരു വിലയില്ലാതായി. ധാരാളം കണ്ടിട്ട് നമുക്ക് ഒരു വില ഇല്ലാത്ത അതിന്റെ ഒരു ഇത് നമുക്ക് മനസ്സിലാകുന്നില്ല. അതുപോലെ എന്ത് കാര്യം സ്ഥിരമായിട്ട് നമ്മൾ കാണുമ്പോൾ അതിന്റെ ഒരു വാല്യൂ നമുക്ക് നഷ്ടപ്പെടുകയാണ്. അപ്പൊ ഇവിടെ ആദ്യമായിട്ട് പറഞ്ഞത് ആകാശഭൂമികൾ എന്ന പ്രയോഗം. മുഴുപ്രപഞ്ച സമാവാത്തും അർദും പറഞ്ഞില്ലേ? ഈ ഹൽഖ് സമാവാത്ത് അർദ് എന്ന് പറയുന്നിടത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടത് സമാവാത്ത് ല്ലെ, ആകാശങ്ങൾ. ഒരു ആകാശങ്ങൾ എന്ന് പറയുമ്പോ പിന്നെ വൽ അർദ് ഈ ഭൂമിയും നമ്മൾ നിൽക്കുന്ന ഈ ഭൂമി പ്ലസ് ആകാശങ്ങൾ പ്ലൂറൽ ആയിട്ടാണ് ഉപയോഗിച്ചത്. അപ്പൊ അതില് ഈ ഒരു 2 വാക്ക് തന്നെ കംപ്ലീറ്റ് ഈ പ്രപഞ്ചം യൂണിവേഴ്സ് മൊത്തം ഇൻക്ലൂഡ് ചെയ്യാണ്. അതായത് ഈ ഭൂമിന്റെ അപ്പുറം നമ്മൾ മേലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഈ കാണുന്ന ആകാശം അല്ല സമാവാത്ത് എന്ന് പറയുന്നത്. അതൊറ്റ ഒരു ആകാശം സമാ ആണ്. പക്ഷെ അതിന്റെ അപ്പുറം ഒരുപാട് ആകാശങ്ങളും ഒരുപാട് ഗ്രഹങ്ങളും ഒരുപാട് ലോകമുണ്ട്. അതാണ് സമാവാത്തി വൽ അർദ്. അപ്പൊ ഇത് മൊത്തം ഉൾക്കൊണ്ടു എന്നതിൽ തന്നെ ഈ പ്രപഞ്ചം മൊത്തം ഉൾക്കൊണ്ടു എന്നതിൽ ഈ ഒരു ഹൽഖ് സമാവാത്തി വൽ അർദിൽ അത് തന്നെ ഉണ്ട് എന്നാണ് പറയുന്നത്. ഈ 2 അവയുടെ സൃഷ്ടി എന്ന് പറഞ്ഞതിന് ശേഷം സൃഷ്ടാവിന്റെ സൃഷ്ടി സാമർത്ഥ്യം വ്യക്തമാക്കുന്ന അവയുടെ അസ്തിത്വം, അവന്റെ അതുല്യവും വിസ്മയാവഹവുമായ യുക്തിയെയും ആസൂത്രണ പാടവത്തെയും സാക്ഷ്യപ്പെടുത്തുന്ന അവയുടെ ഘടനയും, അവന്റെ ദയയെയും കാരുണ്യത്തെയും വിളിച്ചോതുന്ന അവയുടെ പ്രയോജനകാരിതയുമാകുന്നു. പ്രപഞ്ച സൃഷ്ടിയിൽ അടങ്ങിയ ഇപ്പറഞ്ഞ ഗുണങ്ങളെല്ലാം അസന്നിഗ്ധമായി മനസ്സിലാക്കി തരുന്നത് അവ കേവലം അലക്ഷ്യമോ പാഴ്വേലകളോ അല്ല എന്നത്രേ. അവയ്ക്ക് പിന്നിൽ അഭിജ്ഞനായ ഒരു നാഥന്റെ ആസൂത്രണവും ലക്ഷ്യവുമുണ്ട്. ഒരു നാൾ ആ ലക്ഷ്യം പൂർത്തിയാകുകയും പ്രത്യക്ഷമാകുകയും ചെയ്യാതെ തരമില്ല. വാനലോകത്തിന്റെയും ഭൂമിയുടെയും പ്രവർത്തനം പരസ്പരം ബന്ധപ്പെട്ടും സഹകരിച്ചുമാണ് നീങ്ങുന്നത്. സൂര്യചന്ദ്രാദിഗോളങ്ങളുടെ സഹായത്താലാണ് ഈ ഭൂമി ഇന്ന് കാണുന്നത് പോലെ ജീവയോഗ്യമായി നിലനിൽക്കുന്നതെന്ന യാഥാർത്ഥ്യം ഇന്ന് സ്കൂൾ കുട്ടികൾക്ക് പോലും അറിയാം. വാനലോകവും ഭൂമിയും തമ്മിലുള്ള ഈ പാരസ്പര്യം കേവലം യാദൃശ്ചികമാണെന്ന് കരുതുന്നതിനേക്കാൾ എത്രയോ യുക്തിസഹമായിട്ടുള്ളത്. അവ രണ്ടും ഒരേ ശക്തിയാൽ സ്വോദ്ദേശം സൃഷ്ടിക്കപ്പെട്ടതും അവന്റെ തന്നെ നിയന്ത്രണത്തിലാൽ ചലിച്ചുകൊണ്ടിരിക്കുന്നതുമാണ് എന്ന് കരുതുന്നതാണ്. അവയിൽ മറ്റാർക്കും യാതൊരു കയ്യുമില്ല. ആകാശഭൂമികളുടെ സൃഷ്ടിയിലും നിയന്ത്രണത്തിലും മറ്റാർക്കെങ്കിലും പങ്കുണ്ടായിരുന്നുവെങ്കിൽ കോടാനുകോടി വർഷങ്ങളായി അവ ഇങ്ങനെ ഒരേ വ്യവസ്ഥയ്ക്ക് കീഴിൽ ഇല്ലായിരുന്നു. ആകാശഭൂമികളുടെ അതായത് പ്രപഞ്ചത്തിന്റെ സൃഷ്ടിയിലും നിയന്ത്രണത്തിലും സാക്ഷാൽ ദൈവത്തോടൊപ്പം മറ്റാർക്കെങ്കിലും പങ്കുണ്ടായിരുന്നുവെങ്കിൽ അവ എന്നോ നശിച്ചു പോയിട്ടുണ്ടായിരുന്നു. ഇവിടെ പറഞ്ഞ ഈ ആകാശഭൂമിയുടെ സൃഷ്ടിപ്പിലുള്ള ദൃഷ്ടാന്തം എന്ന് പറയുന്നത് ഇത് ശരിക്ക് ബുദ്ധി എന്താ പറയാ ഒരു പാർഷ്യാലിറ്റി ഇല്ലാതെ പക്ഷപാതിത്വമില്ലാതെ ഒരു ബുദ്ധി വെച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും ഈ ഒരു ഭൂമിയും ഈ ഒരു പ്രപഞ്ചവും കൺട്രോൾ ചെയ്യുന്ന ഒരൊറ്റ ശക്തിയാണെന്ന്. അത് ഡിഫറെന്റ് ആയിരുന്നെങ്കിൽ ഒരിക്കലും ഈ ഭൂമി ഈ ഒരവസ്ഥയിൽ നിൽക്കുമായിരുന്നില്ല. എന്നോ അത് നശിച്ചു പോയേനെ. പല പല ആളുകൾ ഇതിപ്പോ ഒരു കമ്പനി പല ആളുകൾ മാനേജ് ചെയ്താൽ ഒരു കമ്പനിക്ക് ഒരു 10 മാനേജർ ഒരേ പോസ്റ്റിൽ ഒരേ ലെവൽ ഉണ്ടെങ്കിൽ ആ കമ്പനി തകർന്നു പോവുക. 10 വേണ്ട 2 മാനേജേഴ്സ് ഒരേ പോസ്റ്റിൽ ഉണ്ടായി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. ഒന്നുമില്ല സിഇഒ കഴിഞ്ഞിട്ട് അതിന്റെ മേലെ സീനിയർ മാനേജർ, ഇതിന്റെ താഴെ 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 പിന്നെ വർക്കേഴ്സ് ആണ് ഒരേപോലെ ഉണ്ടാവുള്ളൂ. അങ്ങനല്ലേ? കുറെ പല വർക്ക് ചെയ്യുന്ന ഒരേ ലെവലിൽ ഉണ്ടാവുള്ളൂ. പക്ഷെ മാനേജിങ് ആളുകൾ ഒരുപാട് ഉണ്ടായാൽ ആ കമ്പനി
അവിടെ കോൺഫ്ലിക്റ്റ് വന്നിട്ട് അവിടെ തട്ടുപോകണം. അപ്പോൾ ഒരു ഡിസിഷനാണ് മുന്നോട്ട് പോകുന്നത്. ഒരു ഒറ്റ ഡിസിഷനാണ് നമുക്ക് മുന്നോട്ട് കാര്യങ്ങൾ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ചർച്ചകളൊക്കെ ഓക്കെ, പക്ഷെ ഡിസിഷൻ ഒന്നേ ഉണ്ടാവാൻ പാടുള്ളൂ. 2 ഡിസിഷൻ വന്നു കഴിഞ്ഞാൽ അത് അവിടെ തകരും എന്നുള്ളതാണ്. അപ്പൊ അതുപോലെ ഇതിനൊക്കെ ഒറ്റ ശക്തി, ഒറ്റ തീരുമാനം, ഒറ്റ ഇതിലാണ് അത് പോകുന്നത്. അല്ലെങ്കിൽ എന്നോ നശിച്ചു പോയാണ്. ഇതാണ് ഹൽഖ് സമാവാത്തി വല്ലർദിനെ കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ ഏകദൈവത്വം കണ്ടെത്താൻ കഴിയുമെന്നാണ് പറയുന്നത്. ഇനി രണ്ടാമത്തെ പ്രതിഭാസം പറയുന്നത് വഖ്തിലാഫിൽ ലൈലി വന്നഹാർ. വഖ്തിലാഫ് ആൻഡ് ഇഖ്തിലാഫ് എന്നാല് മാറി മറിയൽ. ഇഖ്തിലാഫ് മാറി മറിയൽ, ലൈലും നഹാറും ഇങ്ങനെ മാറി മാറി വരുന്ന, രാവും പകലും മാറി മാറി വരുന്ന ആ പ്രതിഭാസത്തിൽ മനുഷ്യരെ നിങ്ങൾക്ക് ഒരുപാട് ദൃഷ്ടാന്തമുണ്ട് എന്ന് പറയുന്നത്. ഇതില് പിന്നെ രാപ്പകൽ ദൃഷ്ടാന്തം എന്ന് പറയാ, രാപ്പകലുകൾ ഒന്നിനു പുറകെ ഒന്നായി തികച്ചും വ്യവസ്ഥാപിതമായി നിരന്തരമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നതിനെയാണ് ഇവിടെ പറയുന്നത് കേട്ടോ. നിരന്തരം, സ്റ്റോപ്പ് ചെയ്യാതെ നിരന്തരം സംഭവിക്കുകയാണ്. രാവ് പകല് രാവ് പകല്, ഇതിങ്ങനെ ഒരു ഉടക്കും ഇല്ലാണ്ട് ഭൂമിയിൽ നമ്മൾ എത്ര തെറ്റ് ചെയ്താലും, അള്ളാഹിനെ ആരാധിക്കാത്തവരും സത്യനിഷേധികളും കൂടിയാലും കുറഞ്ഞാലും ഒക്കെ അത് പ്രകൃതിയുടെ വഴിയിലേക്ക് അങ്ങനെ നടന്നു പോകുന്നുണ്ട്. രാപ്പകലുകളുടെ ഈ ക്രമാനുഗതത്വം ഈ ഭൂമിയെ ജീവിതയോഗ്യമാക്കുന്ന അനിഷേധ്യമായ പങ്കാണ് വഹിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ രാപ്പകലുകൾ ഭൂമി സ്വയം സൃഷ്ടിക്കുന്നതല്ല. പ്രകാശം വരുന്നത് സൂര്യനിൽ നിന്നാണ്. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത് ഭൂമി ഇങ്ങനെ രാപ്പകലാക്കുകയല്ല ചെയ്യുന്നത്. ഭൂമിന്റെ പ്രവർത്തനം കൊണ്ടല്ല ഇവിടെ രാവും പകലും ഉണ്ടാകുന്നില്ലേ. സയൻസ് അറിയുന്നവർക്ക് അറിയാമായിരിക്കും. ബയോളജി നമ്മളെ ഇതിലൊക്കെ പഠിക്കുന്നില്ലേ, ജോഗ്രഫിയിലൊക്കെ അതെങ്ങനെയാണ്, സോഷ്യൽ സ്റ്റഡീസിൽ ഉണ്ടല്ലോ അത് എങ്ങനെയാണ് അത് ഭൂമി രാവും പകലും ഉണ്ടാകുന്നത്, എങ്ങനെയാണ് ഭൂമി സ്വയം തണ്ടിൽ കറങ്ങുന്നു, പിന്നെ സൂര്യൻ അതിന്റെ ഒപ്പം സൂര്യനെ വലയം ചെയ്യുന്നു എന്നൊക്കെ പറയാം. അപ്പൊ ഭൂമി മാത്രം വിചാരിച്ചിട്ടല്ല ഇവിടെ രാവും പകലും ഉണ്ടാകുന്നത്. ഭൂമിയിലെ ജനങ്ങൾക്ക് ഭൂമി എന്ന ഗ്രഹം കൊണ്ടല്ല ഇവിടെ രാവും പകലും ഉണ്ടാകുന്നത്. അത് ഉണ്ടാകുന്നത് സൂര്യന്റെ ചലനം കൊണ്ടാണ് രാവും പകലുമായി ഭൂമിയിൽ ഇതിങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നത്. അതായത് നോക്കൂട്ടോ, പ്രകാശം വരുന്നത് സൂര്യനിൽ നിന്നാണ്. സൂര്യന്റെ പ്രകാശം ഭൂമിയും സൂര്യനും തമ്മിലുള്ള സുസ്ഥിരമായ അകലം, ഭൂമിയുടെ ഗോളാകൃതി, ഭ്രമണം, സൂര്യചന്ദ്രന്മാരുടെ സഞ്ചാരം എന്നിങ്ങനെ ഒട്ടേറെ ഘടകങ്ങൾ ചേർന്നാണ് രാപ്പകൽ ഭേദവും ഋതുഭേദങ്ങളും ഉണ്ടാകുന്നത്. അതായത് ഈ സൂര്യന്റെ ചലനം വെച്ചിട്ടാണ് ഈ നമ്മുടെ ഭൂമിയില് ഈവൻ ഋതുഭേദങ്ങൾ ഇല്ലേ, ഓരോരോ ചൂട് തണുപ്പ് ഇതുപോലുള്ള ഭേദങ്ങൾ ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ നമുക്കുള്ള ഈ രാവ് പകല് മാറി മറിയൊക്കെ ആ ഒരു ചലനത്തിലുള്ള മാറ്റങ്ങൾ കൊണ്ടാണ്. സൂര്യന്റെയും ചന്ദ്രന്റെയും ഇടപെടലുണ്ട്. കോടിക്കണക്കിന് വർഷങ്ങളായി പ്രപഞ്ചം ഈ ക്രമങ്ങൾ കണിശമായി തുടർന്നു പോരുന്നു. സുവ്യക്തമായ വ്യവസ്ഥ യാദൃച്ഛികമായി ഉണ്ടാവുക സാധ്യമല്ല. അനാസൂത്രിതവും അവ്യവസ്ഥിതവുമായ സംഭവിക്കുന്നതാണല്ലോ യാദൃശ്ചികം. അതായത് 365 രാപ്പകലുകൾ ചേർന്ന ഒരു വർഷചക്രം. അതിലെ ഓരോ ദിനത്തിലും ഇത്ര സമയം പകൽ, ഇത്ര സമയം രാത്രി എന്ന് നിർണയിക്കപ്പെട്ടിരിക്കുന്നു. മഴയുടെ നാളുകളും മഞ്ഞിന്റെ നാളുകളും നിശ്ചിതമാണ്. തണുപ്പു ദിനങ്ങളും ഉഷ്ണദിനങ്ങളും നിർണിതമാണ്. വിത്തിടുന്ന ദിനങ്ങളും വസന്ത നാളുകളും വിളവെടുപ്പ് നാളുകളും നിർണിതമാണ്. ഈ വ്യവസ്ഥകളെല്ലാം കണിശമായി പാലിച്ചുകൊണ്ട് ഈ പ്രതിഭാസം യുഗയുഗാന്തരങ്ങളായി തുടർന്നു വരുന്നു എന്നത് തന്നെ അതിന്റെ പിന്നിൽ അപാരമായ ഒരു ശക്തിയും യുക്തിയും പ്രവർത്തിക്കുന്നു എന്നതിന് മതിയായ ദൃഷ്ടാന്തമാണ്. ഒരൊറ്റ വർഷചക്രം ഒന്ന് നിലച്ചാൽ മതി, ഈ ഭൂമിയാകെ താറുമാറാകും. ഒരു വർഷം 6 മാസം തുടർച്ചയായി പകലും 6 മാസം തുടർച്ചയായി രാത്രിയും ഉണ്ടാകുന്നു എന്ന് വെക്കുക. അതോടെ കഴിയും ഭൂമിയിലെ ജീവജാലങ്ങളുടെ കഥ. 6 മാസത്തേക്ക് പോകട്ടെ, അര നിമിഷത്തേക്ക് പോലും ക്രമം തെറ്റാതെ രാപ്പകലുകളെ ഒന്നിനു പിറകായി നന്നായി ഉളവാക്കുന്നത് അള്ളാഹു തന്നെയാകുന്നത്. സ്വയം ഉത്ബുദ്ധനാവുകയും ദൈവത്തോട് നന്ദിയുള്ളവരാകുകയും ചെയ്യണമെന്നുള്ളവർക്ക് മതിയായ ദൃഷ്ടാന്തമാണ് സൂറത്ത് ഫുർഖാനിൽ പറയുന്ന ആയത്താണത്. അതായത് ഇതില് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ഒരു രാവും പകലിന്റെ ഈ ഒരു പ്രതിഭാസം ഇത് വർഷങ്ങളായി അള്ള ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതില് കുറേ കാര്യങ്ങളുണ്ടല്ലേ, രാത്രിയാവുക പകലാവുക എന്നുള്ളപരി ഈ മാറി മറിയുന്ന ഈ കാര്യങ്ങൾ ഒന്നു മാത്രമല്ല. മഴക്കാലം തണുപ്പ് കാലം അത് കറക്റ്റ് എല്ലാ വർഷവും ഒരുപോലെ വരുന്നുണ്ട് അല്ലെ. അതുകൊണ്ട് തന്നെയാണ് ഈ അള്ളാന്റെ ഇത്രയും കൃത്യമായ പ്രകൃതിയുടെ ആ പ്രതിഭാസങ്ങൾ ഇത്രയും കൃത്യമായത് കൊണ്ടാണ് എനിക്കും നിങ്ങൾക്കും ഒക്കെ ഓരോ കാര്യങ്ങളും പ്ലാൻ ചെയ്യാൻ പറ്റുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇപ്പൊ അടുത്ത വർഷം ജൂൺ
ജൂണിൽ നാട്ടിൽ നിന്ന് മഴ പെയ്യും എന്ന് നമുക്ക് നേരത്തെ അറിയാം. എല്ലാ വർഷവും ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് മാസങ്ങളിൽ എന്താണ് മഴ പെയ്യുന്ന മഴക്കാലമാണ് നാട്ടിൽ. അപ്പൊ ആ സമയത്ത് നാട്ടിൽ പോയി കഴിഞ്ഞാൽ ഇന്ന ഇന്ന കാര്യങ്ങളൊന്നും നടക്കില്ല എന്ന് നമുക്ക് നേരത്തെ പ്ലാൻ ചെയ്യാൻ പറ്റുന്ന എന്തുകൊണ്ടാ? അള്ളാന്റെ പ്രകൃതി അത്രയും കൃത്യമായത് കൊണ്ടാ. ഇതിപ്പോ നമ്മളൊക്കെ ജീവിക്കുന്ന പോലെ തോന്നിയ പോലെയാണ് അള്ളാന്റെ ഈ പ്രകൃതിയെങ്കിൽ നമുക്കൊന്നും ഒന്നും ഈ ലോകത്ത് ചെയ്യാൻ പറ്റില്ല. എന്താണ് ഇപ്പൊ ഇന്നിപ്പോ നമ്മളിപ്പോ പുറത്തു പോകാൻ വിചാരിച്ചു, അപ്പൊ പെട്ടെന്ന് മഴ പെയ്യുന്നു. അപ്പൊ നമ്മൾ വിചാരിച്ചു ഇനിയിപ്പോ അടുത്ത മാസം എന്താ സംഭവിക്കാറില്ല, ഇപ്പൊ മഴയാണോ കാറ്റാണോ പിന്നെ ഇവിടെ എന്താ സംഭവിക്കാൻ പോകുന്നറിയില്ല. അപ്പൊ നമ്മൾ ആ ഒരു സംഭവം അടുത്ത മാസത്തേക്ക് വെക്കാൻ പറ്റുമോ? എങ്ങനെ നമ്മൾ വെക്കും? കാരണം മഴയില്ലാത്തപ്പോ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പൊ ഒരാളൊരു പിന്നെ നാട്ടിലൊരു കുളം കുഴിക്കാൻ വിചാരിക്കും. നമ്മൾ സാധാരണ ഈ കുളവും കിണറൊക്കെ കുഴിക്കുന്ന ഏത് കാലത്താ? വേനൽക്കാലത്താ, മഴ വരുന്നതിന് മുന്നേ ആ സമയത്ത് തെരഞ്ഞെടുക്കും അല്ലേ? എന്നാലേ ശരിയാവില്ല. ഈ മഴ പെയ്തുകൊണ്ടിരുന്നാൽ ശരിയാവൂല. അപ്പൊ അത് അങ്ങനെ ഒരു കാര്യം ചെയ്യാൻ തീരുമാനിക്കുന്നത് എന്തുകൊണ്ടാ? ഇന്ന സമയത്ത് ചൂട്, ഇനിയിപ്പോ മഴ വരും, അപ്പോഴേക്കും ഇവിടെ കുളം നിറയും, അപ്പോഴേക്കും ഇത് കുത്തി തീരണം, പണിക്കാരെ വിളിക്കണം, ഇങ്ങനെയൊക്കെ നമ്മൾ പ്ലാൻ ചെയ്യുന്നത് എന്തുകൊണ്ടാ? അള്ളാന്റെ പ്രകൃതി അത്രയും കറക്റ്റ്. ഇനിയിപ്പോ അങ്ങനെ ഒന്നും ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അങ്ങനെ പണി തുടങ്ങി മഴയോട് മഴ ഒരു മാസം, പിന്നത്തെ മാസം ഉണക്ക വരണ്ട പോലെ. അപ്പോൾ നമ്മൾ ഈ മഴ കണ്ടിട്ട് നമ്മളിപ്പോ കൃഷി തുടങ്ങിയാൽ എന്ത് ചെയ്യും? പിറ്റത്തെ മാസം ഉണങ്ങി വരണ്ടു പോയി, എല്ലാം കരിഞ്ഞു പോയി. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇത് ചെറിയൊരു സംഭവമല്ല. നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റൂല ഈ ലോകത്ത്. നമ്മളുടെ ജീവിക്കുന്ന ഒരു കാര്യവും നമുക്ക് അള്ളാന്റെ പ്രകൃതി അത്രയും കൃത്യമായി നടന്നിട്ടില്ലെങ്കിൽ നമുക്ക് നമ്മളുടെ ഒരു കാര്യവും ഇത്രയും വ്യവസ്ഥാപിതമായി ചെയ്യാൻ കഴിയില്ല എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഏതുവരെ ഇതില് നമ്മൾ അള്ളാഹ് വെല്ലുവിളിക്കുന്ന ഒരു കാര്യമുണ്ട്. ഏത് സൂറത്ത് ഫുർഖാനില്? ഞാൻ ഈ രാത്രിയായിട്ട് ഇങ്ങനെ കുറേ കാലം നിർത്തിയാൽ ആരാണ് പകലിനെ കൊണ്ടുവരാനുള്ളത്? പകലിനെ കുറേ ദിവസങ്ങളോളം പകൽ തുടർന്നു പോയാൽ ആരാണ് നിങ്ങൾക്ക് രാത്രിയെ കൊണ്ടുവരാനുള്ളത്? ഇതുപോലൊരു വെല്ലുവിളിയുള്ള ഒരായത്ത്. അതേപോലെയല്ല, അതിന്റെ അർത്ഥം ഇതായിട്ട് പറഞ്ഞതാണ്. അതേപോലെ ഇതിങ്ങനെ സ്ഥിരമായിട്ട് അള്ളാഹ് നിർത്താൻ വിചാരിച്ചു കഴിഞ്ഞാൽ ആരാണ് അവിടെ രാത്രി കൊണ്ടുവരാൻ നിങ്ങൾക്ക് എന്ന് ചോദിക്കുന്ന ഒരു വെല്ലുവിളിക്കാണ്. അള്ളാഹ് വെല്ലുവിളിക്കുന്ന ഒരു ചോദ്യമായിട്ടാണ് ആയത്തുള്ളത്. അപ്പൊ അതിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം, ഒരു ദിവസം തന്നെ സൂര്യൻ ഇപ്പൊ ഇന്ന് രാവിലെ, ഇന്നിപ്പോ സുബൈ എത്ര മണിക്കാ? ഒരു 4:45 ആ സമയത്താ ബാങ്ക്. അപ്പൊ നമ്മളിങ്ങനെ ഇപ്പൊ 4:45 ബാങ്ക് കൊടുത്താ പിന്നെ ഒരു 5:30 ആകുമ്പോ വെളിച്ചം വരും. കുട്ടികളെ ബസ് വരും. അപ്പൊ പുറത്തൊരു വെളിച്ചം ഉണ്ടാവും, കാക്കും, ഇതൊക്കെ നമ്മളെ പ്ലാനിങ് ആണ്. ഒരു ദിവസം സൂര്യൻ പുറത്തു വന്നില്ലെങ്കിൽ നമ്മൾ ആകെ ഞെട്ടിത്തരിക്കും. 8 മണിയായിട്ടും ഭയങ്കര ഇരുട്ട്. ഖത്തറില് ഭയങ്കര ഇരുട്ടാ നിങ്ങൾ വിചാരിക്ക്. ഒന്ന് ആലോചിച്ച് നോക്ക്. അപ്പൊ തന്നെ മനസ്സിലാവും പടച്ചവനെ എന്തോ ഇവിടെ സംഭവിക്കുക. നമ്മളെല്ലാവരും പുറത്തിറങ്ങും. അന്ന് സ്കൂളിൽ പോവില്ല കുട്ടികള്. ആകെ അമാന്തിച്ച് എന്താണ്, ആകെ മെസ്സേജുകളും കാര്യങ്ങളൊക്കെ ആകെ പ്രശ്നമായിരിക്കും. എന്ത് പറ്റി, എന്ത് പറ്റിന്ന് ചോദിക്കും. അപ്പോ പ്രകൃതിക്ക് എന്തോ സംഭവിക്കാൻ പോകും നമ്മളെല്ലാരും പറയും. എന്തുകൊണ്ടാ അത് പറയുന്നത്? പ്രകൃതിയിൽ ഒരിക്കലും അങ്ങനെ ഒരു കൃത്യത ഇല്ലാതെ നമ്മൾ കണ്ടിട്ടില്ല. ആദ്യമായിട്ട് നമ്മൾ കാണുമ്പോൾ എന്തോ സംഭവിക്കാൻ പോകുന്നതായിരിക്കും നമ്മൾ വിചാരിക്കില്ല. അതാണ് പറഞ്ഞത്, അള്ളാന്റെ പ്രകൃതി ഇത്രയും കൃത്യമായി ചെയ്യുന്നത് കൊണ്ട് നമുക്കതിലൊന്നും ഒരു അത്ഭുതമേ തോന്നുന്നില്ല. ഒരു ദിവസം നിർത്തി വെച്ചാൽ നമ്മളാകെ അന്താളിച്ചു പോകും എന്നാണ് ഈ പറയുന്നത്. പ്രകൃതിയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും ഒരുപാട് ചിന്തിക്കാണ്ട്. അപ്പൊ ഇതിൽ നിന്ന് തന്നെ മനസ്സിലാകും ഏകനായ റബ്ബിന്റെ ശക്തിയും യുക്തിയും ഒക്കെ ഒരുമിച്ച് പ്രവർത്തിച്ച് ആ ഒരു കഴിവിൽ നിന്ന്, ഒരൊറ്റ ശക്തിയിൽ നിന്ന് അതിന്റെ പ്ലാനിങ്ങിലാണ് ഇതൊക്കെ കൃത്യമായി നടക്കുന്നുള്ളതാണ് പറയുന്നത്. അതാണ് ഇഖ്തിലാഫിൻ ലൈലി വന്നഹാർ. ഇനി അടുത്തത് വൽ ഫുൽക്കിൽ ലത്തി തജ്രി ഫിൽ ബഹരി ബിമാ യൻഫഉൻ നാസ്. ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ജനങ്ങൾക്ക് ആവശ്യമുള്ള, അതിന് മുന്നത്തെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു, ഈ കപ്പലിന്റെ അത്ഭുതം. ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വസ്തുക്കളുമായി കടലിൽ സഞ്ചരിക്കുന്ന ഷിപ്പിൽ നമുക്ക് എന്തുണ്ട്? ദൃഷ്ടാന്തമുണ്ട്. അത് പറഞ്ഞ ഈ ഫുൽക്ക് എന്ന പദം പിന്നെ എന്ന പദം കപ്പൽ എന്ന സാധാരണ കപ്പൽ എന്ന അർത്ഥത്തിൽ, എങ്കിലും എല്ലാ ജലവാഹനത്തെയും ഈ പദം ഉൾക്കൊള്ളുന്നുണ്ട്. അതായത് ഈ കപ്പൽ എന്ന് മാത്രമല്ല, ജലത്തിലൂടെ സഞ്ചരിക്കുന്ന എല്ലാ വാഹനങ്ങളും ഫുൽക്ക് എന്ന പദത്തിൽ പെടുന്നുണ്ടെന്നാണ് പറയുന്നത്. ഇത് ഏകദൈവം ഒക്കെ ഈ ഫുൽക്ക് എന്ന് പറഞ്ഞ പദം ഏകവചനമാണ്, ബഹുവചനമായിട്ടൊക്കെ തന്നെയാണ് ഉപയോഗിക്കുന്നത്. പുല്ലിംഗം സ്ത്രീലിംഗം ഒക്കെ ആയിട്ട് തന്നെ ഇതേ വാക്ക് തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഇപ്പൊ ഈ കപ്പലില് ഫുൽക്കിൽ മഷ്ഹൂൻ വേറെ പല സൂറത്തുകളിലും ഇത് വന്നിട്ടുണ്ട് ഈ കപ്പല്.
ഇതിനെപ്പറ്റി പിന്നെ 10,000-കണക്കിന് ടൺ ഭാരമുള്ള കപ്പലുകൾ സഞ്ചരിക്കുന്ന ഒരു ടണ്ണിന്റെ 1,00,000-ൽ ഒരു അംശം പിണ്ഡം ഇട്ടാൽ മുങ്ങിത്താണു പോകുന്ന അതേ സമുദ്രത്തിൽ തന്നെയാണ്. ഇത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. ഏറ്റവും വലിയ അത്ഭുതം എന്താന്നുള്ളത്, ഏറ്റവും വലിയ കപ്പലിന്റെ ഏറ്റവും വലിയ അത്ഭുതം എന്താന്ന് വെച്ചാൽ, വെള്ളത്തിൽ നമ്മൾ സാധാരണ ഒരു കല്ലിട്ടാല് അപ്പോഴേ താഴേക്ക് പോലെ, ചെറിയൊരു കല്ല്, ചെറിയൊരു കുഞ്ഞി കല്ലിട്ടാൽ അതങ്ങനെ അടിയിലേക്ക് പോകുന്നു. അങ്ങനെയുള്ളൊരു വെള്ളത്തിൽ എങ്ങനെയാണ് ഇത്രയും ഭാരമുള്ള, ഇത്രയും ടൺ ഭാരം വഹിക്കുന്ന കപ്പൽ പൊന്തി നിൽക്കുന്നത്? അത്ഭുതമല്ലേ? അത്ഭുതമാണ്. അതാണ് ഇവിടെ കപ്പലിൽ നിങ്ങൾക്ക് ദൃഷ്ടാന്തമുണ്ട് എന്ന് പറയുന്നത്. ഇത് കപ്പലുണ്ടാക്കാൻ പഠിപ്പിച്ചതാരാ? അള്ളാഹു നൂഹ് നബിയാണ് ആദ്യമായിട്ട് പഠിപ്പിക്കുന്നത്. അങ്ങനെയാണ് കപ്പലിന്റെ നിർമ്മാണം ജനങ്ങളിലേക്ക് എത്തുന്നത്. ഇനി അടുത്തത് ഇവിടെ പറഞ്ഞത് ദാബത്തിനെ കുറിച്ച്. വമാ അൻസലല്ലാഹു മിനസ് സമാഇ മിൻ മാഇൻ ഫഅഹ്യാ ബിഹിൽ അർദ ബഅദ മൗതിഹാ വബസ്സ ഫീഹാ മിൻ കുല്ലി ദാബ. അതായത് വമാ ദൃഷ്ടാന്തമുള്ളത്, മാ അൻസലല്ലാഹു, അല്ലാഹു എന്താണോ ഇറക്കിയത്, മിനസ് സമാ, ആകാശത്തിൽ നിന്ന്, മിമ്മാഇൻ, ആകാശത്ത് ഇറക്കിയ വെള്ളത്തിൽ ദൃഷ്ടാന്തമുണ്ട്. ആ വെള്ളം എന്ന് മാത്രം പറഞ്ഞ് നിർത്തിയില്ല. ഫഅഹ്യാ ബിഹി, അതിനെ കൊണ്ട് അള്ളാഹു ജീവിപ്പിച്ചു, അൽ അർദ, ഭൂമിയെ, ബഅദ മൗതിഹ, അതിന്റെ മരണത്തിന് ശേഷം. പിന്നെ വബസ്സ ഫീഹ, അതിൽ ഫുള്ള് പരത്തി, മിൻ കുല്ലി ദാബ, എല്ലാ ദാബത്ത് എന്ന് പറഞ്ഞ ജീവികളാണ്, ജീവികളിൽ നിന്നും. ഇതിലും വലിയൊരു ദൃഷ്ടാന്തം എന്താന്ന് വെച്ചാല്, ഈ നിർജീവമായ ഭൂമിയെ നമ്മളെ നാട്ടിലൊക്കെ കണ്ടിട്ടില്ലേ? വേനൽക്കാലത്ത് പാടത്ത് പോയി നോക്കിയാൽ കാണാം, ഉണങ്ങി വരണ്ടിങ്ങനെ വിള്ളല് വന്ന് ഡ്രൈ ആയിട്ട് നമ്മൾ വിചാരിക്കും ഇതിലൊക്കെയാണ് ഇനി ചെടി ഉണ്ടാവാൻ പോകുന്ന ഒരു, അത്രക്ക് നമുക്കൊരിക്കലും പ്രതീക്ഷിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ് ആ ആ ഒരു പാടത്തിന്റെ അവസ്ഥ. അതായത് മരിച്ച ഒരു മനുഷ്യനെ പോലെ. നിങ്ങൾ ജീവിച്ചിരിക്കുന്ന ഒരു മനുഷ്യൻ മരിച്ചാലുള്ള അവസ്ഥകൾ കണ്ടിട്ടുണ്ടാവും. അതുപോലെയാണ് ഈ ഭൂമിയുടെ അവസ്ഥ. നിർജീവമായത് നമ്മൾ ഉപയോഗിക്കൽ തന്നെ ആ വാക്കാണ്. ഈ ജീവിച്ചിരിക്കുന്ന മനുഷ്യന് ഒരു 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 തുടിപ്പും ഒരു തിളക്കവും ഒരു എന്താ പറയാ, ഒരു പ്രസരിപ്പ് ഉണ്ടാവും അല്ലെ? ആ ഒരു മാംസത്തിന് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അത് അതേ മനുഷ്യന് മരിച്ചു കഴിഞ്ഞ ഉടനെ നിങ്ങൾ നോക്കൂ, ഒരു അരമണിക്കൂർ കഴിഞ്ഞാൽ വെറും ഒരു ഒരു വിറകിൻ കഷ്ണം പോലെ ആ മനുഷ്യനായി മാറും. അതിന്റെ ഉള്ളിൽ നിന്ന് ആ ഒരു ജീവൻ അങ്ങ് പോയാൽ അത് ഉണങ്ങി വരണ്ട് അതിന്റെ ആ ഒരു തിളക്കവും പുതളിപ്പും ഒക്കെ പോയിട്ട് ഒരു ഉണങ്ങി വരണ്ട ഒരു വിറക് പോലെ ആയി മാറുന്ന അവസ്ഥ നിങ്ങൾക്ക് കാണാൻ പറ്റും. മയ്യത്തിനെ നോക്കിയാൽ മനസ്സിലാവും അത്. അപ്പോ ആ അവസ്ഥയിൽ ഈ ഭൂമി ആയിരിക്കുകയാണ്. അപ്പൊ ഇത് തന്നെ പിന്നെ ഒരു ദൃഷ്ടാന്തമായിട്ട് പരലോക ജീവിതത്തിന്, ഇനിയൊരു ജീവിതമില്ല, മരണശേഷം ജീവിതമില്ല എന്ന് പറയുന്ന സത്യനിഷേധികൾക്ക് ഒരു ദൃഷ്ടാന്തമായിട്ട് ഖുർആനിൽ പറയുന്നത്, ഈ ഉണങ്ങി വരേണ്ട ഭൂമിയുടെ നിർജീവാവസ്ഥയിൽ നിന്നും സജീവാവസ്ഥയിലേക്ക് ഒരു മഴ പെയ്യുന്നതോടുകൂടി ഞാൻ കൊണ്ടുവരുന്നില്ലേ എന്ന് ആലോചിക്കാൻ പറയുന്നുണ്ട് മനുഷ്യന്മാരോട്. ഇത്രയും ഉണങ്ങിയ ഭൂമിയാണ് നമ്മൾ നാട്ടിൽ ഇപ്പൊ മാർച്ചിലൊക്കെ നാട്ടിൽ പോകുന്നതും ഒരു ജൂലൈയിലൊക്കെ നാട്ടിൽ പോകുന്നതും തമ്മിലുള്ള വ്യത്യാസം ഭയങ്കര വ്യത്യാസമാണ്. മാർച്ചിലൊക്കെ നാട്ടിൽ പോകുമ്പോൾ പാടം മൊത്തം ഇങ്ങനെ ഉണങ്ങി വരേണ്ടത്, അതേ പാടം നമ്മൾ ജൂലൈയിൽ മഴ പെയ്യുന്നതോടുകൂടി പച്ചപ്പ് നിറഞ്ഞിട്ട് എവിടുന്നാണ് ഈ മുളച്ചു വരുന്നത്? ആരും പോയി നടുവൊന്നുമല്ല. മഴ പെയ്യുമ്പോഴേക്കും നമ്മളെല്ലാരും പോയിട്ട് വിത്തിടുകയാണോ ഈ സ്ഥലങ്ങളിൽ മൊത്തമല്ല. അതുവരെ നിർജീവമായി കിടന്ന വിത്തുകൾ, അതിൻ്റെ ഉള്ളിൽ ഉണങ്ങി വരണ്ട് കിടന്ന കാലങ്ങളോളം മാസങ്ങളോളം നടന്ന വിത്തുകൾ ഒരു മഴ പെയ്യുന്നതോടുകൂടി അത് ജീവനോടെ പൊട്ടി വന്ന് അതിൽ നിന്ന് ഇതാ ചെടികൾ വരികയാണ്. ഇതുപോലെ ഇങ്ങനെ ജീവൻ വരികയാണ്. ജീവനുള്ള ഒരു വസ്തു ആ ഒരു ഉണങ്ങി വരേണ്ട വിത്തിൽ നിന്ന് പുറത്തേക്ക് തള്ളി വരികയാണ്. അപ്പോഴേക്കും ആ ഒരു മണ്ണ്, ഊഷര ഭൂമിയായ മണ്ണ് ഒരു നല്ല ഒരു ഫ്രഷ് ആയിട്ട് നല്ല ഒരു നല്ല സോഫ്റ്റ് ആയിട്ട് ജീവനുള്ള മണ്ണായി മാറുന്നു. ജീവനുകൾ അതിൽ നിന്ന് പുറത്തേക്ക് വരുന്നു. ഇത് തന്നെയാണ് പരലോക ജീവിതവും മരണശേഷം മനുഷ്യൻ ഉയർത്തെഴുന്നേൽപ്പിക്കും എന്നുള്ളതിന്റെ ഒരു തെളിവായിട്ട് ഖുർആൻ പറയുന്നത്. അപ്പൊ ഇവിടെ ഈ അള്ളാഹ് നമ്മളോട് ചിന്തിക്കാൻ പറയുന്നത്, മനുഷ്യരെ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്, ഈ ഭൂമി ഉണങ്ങി വരേണ്ട അതിൽ മഴ പെയ്തിട്ട് അതിൽ ഭൂമിയെ മൊത്തം ഞാൻ ജീവിപ്പിച്ചു. അത് മരിച്ചതിന് ശേഷം ആ ഭൂമിയെ ഞാനിങ്ങ് ഇളക്കി മറിച്ച് ജീവനുകളൊക്കെ വന്ന് അതിനെ ജീവിപ്പിച്ചിട്ട് ആ ഒരു വെള്ളത്തിൽ നിന്നിട്ട് എല്ലാ ജീവികളെയും, എന്തൊക്കെ ജീവികളാണ് മണ്ണിൽ ഇതൊക്കെ ഉണ്ടാവുക. ഒരു മണ്ണ് ഒരു പിടി എടുത്ത് നിങ്ങൾ മൈക്രോസ്കോപ്പിൽ വെച്ച് നോക്കൂ, എത്ര ജീവികളാണ് ആ പിടി മണ്ണിൽ ഉണ്ടാവുക എന്നറിയാം. പുഴുക്കളായിട്ടും മൈക്രോ ഓർഗാനിസംസ് ആയിട്ടും ഒരുപാട് ജീവികളെ ഭൂമിയിൽ അള്ള പരത്തിയിട്ടുണ്ട്. അത് മനുഷ്യൻ മാത്രമല്ല. അപ്പൊ അതൊക്കെ ഈ വെള്ളമാണ് അതിന്റെ ബേസ്. ആലോചിച്ച് നോക്കൂ, വെള്ളം ഇല്ലെങ്കിൽ ജീവൻ നിലനിൽക്കൂല ഈ ഭൂമിയിൽ.
അപ്പൊ അതാണ് എല്ലാ ദാപത്തിനെയും അള്ള കൊണ്ടുവരുന്നത് ഇതിൽ നിന്നാണ്. അപ്പൊ ഇതില് ഈ ദാപത്ത് പറഞ്ഞില്ലേ, ഈ ദാപത്തില് ഒരു സെക്കൻഡ്, ഈ ദാപത്തിനെ കുറിച്ച് ഖുറാനിൽ ഒരുപാട് തവണ ഉപയോഗിച്ച വാക്കാണ് കേട്ടോ ഈ ദാപത്ത് എന്ന് പറയുന്നത്. പിന്നെ സവാരിക്കും ഭാരം വഹിക്കാൻ ഉപയോഗപ്പെടുന്ന മൃഗങ്ങളെയാണ് സാധാരണ ഈ പദം ഉപയോഗിക്കുന്നത്. ദാപത്ത് അങ്ങനെ ജീവജാലം എന്ന അർത്ഥത്തിലും ദാപത്ത് ഉപയോഗിക്കാറുണ്ട്. ദാപത്ത് മഴയും അതുവഴി ഉണ്ടാകുന്ന വിളവുകളും മനുഷ്യന്റെ നിലനിൽപ്പിനും വ്യാപനത്തിനും ആധാരമായിട്ടുള്ള പ്രതിഭാസങ്ങളാണെന്ന് പ്രത്യേകം അനുസ്മരിച്ച് ആ ദൃഷ്ടാന്തത്തിന്റെ മഹത്വവും പ്രാധാന്യവും സവിശേഷം ഒതുകൾ. ഇനി അടുത്ത ദൃഷ്ടാന്തം എന്ന് പറയുന്നത് റിയാഹ് ഞാൻ പറഞ്ഞു കഴിഞ്ഞ ക്ലാസ്സിൽ, റീഹിന്റെ പ്ലൂരലാണ് റിയാഹ്, കാറ്റുകൾ. തസ്രീഫ് എന്ന് പറഞ്ഞാൽ തിരിച്ചുവിടുക. കാറ്റിനെ ഇങ്ങനെ ഓരോരോ സ്ഥലങ്ങളിലേക്ക് ഇങ്ങനെ തിരിച്ചു മറിച്ചു അല്ല കൺട്രോൾ ചെയ്യാണ്. അങ്ങനെ ആ മറിച്ചുവിടലിനും പിന്നെ വസ്സഹാബ് മേഘങ്ങളിലും, മുസഹർ എന്ന് പറഞ്ഞാൽ സഹാബുൽ മുസഹർ എന്ന് പറഞ്ഞാൽ അള്ളാഹിന്റെ നിയമങ്ങൾക്ക് വിധേയമായിട്ടുള്ള ആ മേഘങ്ങളിലും, ബൈന സമായി വല്ലർദ്, അതായത് അത് പിന്നെ അള്ളാഹിന്റെ ഇത് എങ്ങനെയാണ് അത് അള്ളാഹ് സഹാബിന് വെച്ചിരിക്കുന്നത്, ബൈന സമായി വൽ അർദ്, ഭൂമിക്കും ആകാശത്തിനും. ഇവിടെ സമാ ആണ് ഉപയോഗിച്ചത്, നിങ്ങൾ കണ്ടോ? ഈ സമാ എന്ന് പറഞ്ഞാൽ സിംഗുലർ ആയിട്ട് ഉപയോഗിച്ചത്. നേരത്തെ ആകാശ ഭൂമികൾ എന്നാ പറഞ്ഞത് കേട്ടോ, അല്ല സോറി, ആകാശങ്ങളും ഭൂമി സമാവാത്തി വല്ലർ മുഴുവൻ പ്രപഞ്ച പറഞ്ഞത്. പക്ഷെ ഇവിടെ ഈ സഹാബ് ക്ലൗഡിനെ അള്ള നിർത്തുന്നത് ആകാശത്തിന്റെയും ഭൂമിന്റെ ഇടയിലാണ്. അത് ഏതാണ്? ഈ ലോ ലെവൽ ആകാശത്തിലാണ് ക്ലൗഡ്സ് ഉള്ളത് അല്ലെ. ഇപ്പൊ ഈ വിമാനമൊക്കെ പറക്കുന്ന അതിന്റെ മുകളിലാണ്, ഈ മേഘങ്ങൾക്ക് മേലെയാണ്. അപ്പൊ ശരിക്കും ഈ മനുഷ്യന് ജീവിക്കാൻ വേണ്ടിയിട്ട് ഈ മേഘങ്ങളെ അള്ള നിർത്തുന്നത് ഭൂമിക്ക് അടുത്തുള്ള ആകാശത്തിന്റെ ഇടയിലായിട്ടാണ്. അപ്പൊ ബൈനസ് ഇതൊക്കെ നിങ്ങൾ ശരിക്കും ആലോചിച്ച് നോക്കൂ. ഇതൊക്കെ അള്ള ഖുറാനിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ ശരിക്കും നമ്മളോട് കണ്ണോണ്ട് കാണുന്ന കാര്യങ്ങളൊക്കെ ഖുറാനിൽ റിട്ടൺ ആണ് എന്നുള്ളത് നമ്മളിത് പഠിക്കുമ്പോഴാണ് മനസ്സിലാവുക. ഇതിന്റെ ഇടയിൽ സയൻസ്, എന്തോരം സയൻസ് ആണ് ഇതൊക്കെ. ഇപ്പൊ സയന്റിസ്റ്റുകൾ ഇതൊക്കെ ഇങ്ങനെ കണ്ടെത്തുകയാണ്. ശരിയാണല്ലോ. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇത് ഖുറാനിൽ ഓൾറെഡി ഇതിന്റെ എല്ലാ സൂചനകളും ഇപ്പൊ ഇത്രയും വൈഡായിട്ടില്ലെങ്കിലും എല്ലാത്തിന്റെയും ബേസ് ഖുറാനിലുണ്ട്. അപ്പൊ ഇത് ഇടയിലാണ് നിർത്തിയിരിക്കുന്നത് അല്ലെ. ഇതൊക്കെ പ്രവാചകന് കിട്ടിയ മുഅ്ജിസത്ത് ഖുറാനാന്ന് പറയുന്നതിൽ ഒരു അത്ഭുതവും ഇല്ല അല്ലെ. നമുക്ക് അത് വിശ്വസിക്കാൻ പറ്റും, കാരണം അത്രയും സയന്റിഫിക് ഫാക്ടുകളാണ് ഖുറാനിലുള്ളത്. ഇനി ഇവിടെ പറഞ്ഞ ഈ തസ്രീഫ് റിയാഹിൽ അത്ഭുതം ഞാൻ പറഞ്ഞുതരാം. അത് ഞാൻ ഇത്രയും ഈ ക്ലാസ് വിശദമായിട്ട് എടുക്കാൻ കാരണം ഇത് നമ്മൾ ശരിക്കും ചിന്തിക്കേണ്ടതാണ്. നമുക്ക് ദഅവയൊക്കെ ചെയ്യുമ്പോൾ ഇതൊക്കെ മറ്റുള്ളവരുടെ തോട്ടിലേക്ക് ഇട്ട് കൊടുക്കണം. ഇതൊക്കെയാണ് പ്രകൃതിയിലെ തൗഹീദിന്റെ ലക്ഷണങ്ങൾ എന്നുള്ളതുകൊണ്ടാണ് ഇത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട, ഉള്ളിലേക്ക് കയറേണ്ട ഒരു വസ്തുതയാണിത്. ഇനി വായുവിന്റെ ചലനമാണ് ഇവിടെ തസ്രീഫ് റിയാഹ് എന്ന് പറയുന്നത്. ഉഷ്ണകാലങ്ങളിൽ വായു നിശ്ചലമായി നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന അസ്വസ്ഥത എല്ലാവർക്കും അനുഭവവേദ്യമാണല്ലോ. ഇതിലെന്താ പറയുന്നതെന്നറിയോ? നമ്മളിപ്പോ ഒരു റൂമില് ചില ആളുകൾ എ സി ഓഫ് ആക്കും. ഇപ്പൊ ചൂടുകാലത്ത് നമുക്ക് എ സി ഓഫ് ആക്കിയിട്ട് ഒരു റൂമിൽ ഇരിക്കുമ്പോ ഇപ്പൊ വലിയ ചൂടൊന്നുമില്ല, പക്ഷെ നമുക്കൊരു സഫോക്കേഷൻ ഫീൽ ചെയ്യൂലേ, എന്തോ ഒരു ശ്വാസം മുട്ടുന്ന പോലെ. അതായത് വായു ചലിക്കാതെ ഒരു റൂമിൽ നമുക്ക് എത്ര നേരം ഇരിക്കാൻ പറ്റും നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഒരു ഒരു ചെറിയൊരു ഒരു ചൂടുകാലത്ത് നിങ്ങൾ എ സി ഓഫ് ആക്കിയിട്ട് പോയി ഓഫീസുകളിലൊക്കെ കാണാം, അങ്ങനെ എ സി ഓഫ് ആക്കിയാൽ നമുക്ക് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തൊക്കെയോ ശ്വസിക്കാനൊക്കെ ഒരു ബുദ്ധിമുട്ട് തോന്നും. ഒട്ടും ഒരു എയർ മൂവ്മെന്റ് ഇല്ലെങ്കിൽ ഒരു ഫാനെങ്കിലും നമുക്ക് വേണം. അപ്പൊ അതായത് ഈ ഭൂമിയില് ആ ഒരു അവസ്ഥ ഞാൻ പറയുന്നത് വെച്ചാൽ തസ്രീഫ് റിയാഹ്, കാറ്റിന്റെ ചലനം ഇല്ലായിരുന്നുവെങ്കിൽ ഈ ഭൂമി ഇങ്ങനെ നിശ്ചലായിട്ട് ഇങ്ങനെ നിൽക്കുമ്പോ നമുക്കൊക്കെ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് അത് അത് ചെറുതാവുകയില്ല. അത് നമുക്കിതിങ്ങനെ ഇടക്കിടക്ക് ഇങ്ങനെ കാറ്റായി ഇങ്ങനെ തരുന്നത് കൊണ്ട് നമുക്കിതൊന്നും മനസ്സിലാകുന്നില്ല. അതിന് നേരെ ഓപ്പോസിറ്റ് ചിന്തിക്കണം. ഇതൊന്ന് നിശ്ചലമായിട്ട് ഒരു 2-3 മാസം നിൽക്കുമ്പോഴേ അതിന്റെ അവസ്ഥ. ഇപ്പൊ അതിൽ ഒരു ഉദാഹരണം ഞാൻ പറയുകയാണെങ്കിൽ, ഇപ്പൊ ഇന്നിപ്പോ ഒരു നഗരം, ഇപ്പൊ സാധാരണ സിറ്റികളിലൊക്കെ ഒരുപാട് വൈകുന്നേരങ്ങളിൽ പോയി കഴിഞ്ഞാൽ ഒരു സിറ്റിയിൽ നമ്മൾ പോയാൽ അവിടെയുള്ള മാലിന്യം, എയർ പൊല്യൂഷൻ എത്രയാണ്. എല്ലാ വാഹനങ്ങളിൽ നിന്നും പുക വന്ന് വന്ന് നമുക്ക് ആ എയർ ശ്വസിക്കാൻ തന്നെ തോന്നൂല. ഇതേ സിറ്റിയിൽ നിങ്ങൾ പിറ്റേന്ന് രാവിലെ പോയി നോക്ക്, രാവിലെ ഒരു 5:30 ബസ് കാത്തിക്കാൻ പോയി നോക്ക്, എന്തോ ഒരു ഫ്രഷ് എയർ ആണ്. എവിടുന്നാണ് ഈ ഫ്രഷ് എയർ വന്നത്? അപ്പൊ ആ ഒരു ചലനം, തസ്രീഫ് റിയാഹ് നോക്കൂ,
ആ ഒരു നഗരത്തിലെ എല്ലാ മാലിന്യങ്ങളും വേറെ സ്ഥലങ്ങളിലേക്ക് പോയി അവിടുന്ന് വേറെ സ്ഥലങ്ങളിൽ കാടുകളിൽ നിന്നൊക്കെ ഓക്സിജന്റെ ഒരു കലവറയുണ്ടല്ലേ, മരങ്ങളുള്ള സ്ഥലങ്ങളിൽ നല്ല ഓക്സിജൻ നിറഞ്ഞ കാറ്റ് ഈ ഒരു സിറ്റിയിലേക്ക് വന്ന് അവിടെയൊക്കെ ഫ്രഷായി പ്രകൃതി മൊത്തം ക്ലീനായി എന്നാണ് ആലോചിച്ച് നോക്കി. ഇത് സംഭവിക്കുന്ന തസ്രീഫ് റിയാഹിന്റെ ഒരു അത്ഭുതമാണ് ശരിക്കത്. നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഒരുപാട് ദൃഷ്ടാന്തം ഉണ്ട് അതില്. അപ്പൊ വായു ചലനക്ഷമമായത് കൊണ്ടാണ് ജന്തുജാലങ്ങൾക്ക് ശ്വാസോച്ഛ്വാസം ചെയ്യാൻ സാധിക്കുന്നത്. വായു വൃക്ഷലതാദികൾ പോലെ നിശ്ചലമായി നിൽക്കുന്ന ഒന്നായിരുന്നുവെങ്കിൽ, ഇപ്പൊ വായു എന്ന് പറയുന്ന മരങ്ങളെ പോലെ ഒരു സ്ഥലത്ത് നിർത്തി അവിടെ നിൽക്കുന്ന ഒരു സാധനമായിരുന്നുവെങ്കിൽ, ജലം പോലെ അല്ലെങ്കിൽ ജലം പോലെ താഴോട്ട് മാത്രം ചലിക്കുന്നതായിരുന്നുവെങ്കിൽ, ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് ഓരോ സാധനത്തിനും അള്ള ഓരോ പ്രത്യേകത നൽകിയിട്ടുണ്ട്. മരം എന്ന് പറഞ്ഞാൽ ജീവനുണ്ട്, പക്ഷെ ചലിക്കാൻ കഴിയില്ല. ജലം എന്ന് പറഞ്ഞാൽ അത് താഴോട്ട് മാത്രമേ നമ്മൾ ഒഴിച്ചാ പോവുള്ളൂ. പക്ഷെ കാറ്റ് എന്ന് പറഞ്ഞാൽ ഏത് ഡയറക്ഷനിലും താഴ്ന്ന് മേലേക്ക് മേലേക്ക് താഴേക്ക് സൈഡിൽ നിന്ന് സൈഡിലേക്ക് ഒക്കെ പോകാൻ പറ്റുന്ന സാധനമാണ് കാറ്റ്. ഓരോന്നിനും ഓരോ പ്രത്യേകത അള്ള കൊടുത്തു നോക്കൂ. അപ്പൊ എന്താകും അങ്ങനെ ആയിരുന്നുവെങ്കിൽ, അങ്ങനെ ഈ ജലത്തിനെയും മരത്തിനെയൊക്കെ പോലെ ആയിരുന്നുവെങ്കിൽ എന്ന് ആലോചിച്ച് നോക്കൂ. ജന്തുജാലങ്ങളിൽ പ്രാണൻ നിലനിർത്തുന്ന അതേ വായുവിന്റെ ചലനം തന്നെയാണ് അവയ്ക്ക് വേണ്ട ഇതര ജീവിത വിഭവങ്ങൾ സജ്ജീകരിക്കുന്നതിന് മുഖ്യ പങ്ക് വഹിക്കുന്നത്. ഇനി അടുത്ത കാറ്റിന്റെ ദൃഷ്ടാന്തം എന്താണെന്നറിയോ? ഈ കാറ്റാണ് മഴമേഘങ്ങളെ ഉയർത്തുന്നതും അവയെ വരണ്ട പ്രദേശങ്ങളിൽ എത്തിച്ച് മഴ പെയ്യിക്കുന്നതും കാറ്റാണ്. കാർമേഘങ്ങളെല്ലാം ഒരിടത്ത് തന്നെ അടിഞ്ഞുകൂടി അതിവൃഷ്ടി മൂലം പ്രളയമുണ്ടാകുന്നതിലേക്ക് അവയെ പല ഭാഗങ്ങളിലാക്കി ചിതറുന്നതും കാറ്റ് തന്നെ. വയലുകളും തോട്ടങ്ങളും ഫലങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ കാറ്റ് അവയിൽ സ്വാഭാവിക പുഷ്പ പരാഗണം പോളിനേഷൻ അല്ലെ നടത്തുന്നതും കാറ്റല്ലാതെ മറ്റാരുമല്ല. സാധാരണഗതിയിൽ കുളിരും ശൈത്യവും പ്രദാനം ചെയ്യുന്ന കാറ്റുകൾ ചിലപ്പോൾ കൊടുങ്കാറ്റിന്റെയും തീക്കാറ്റിന്റെയും രൂപത്തിൽ സംഹാരമൂർത്തിയായും പ്രത്യക്ഷപ്പെടുന്നു. കാറ്റിന്റെ ഓരോ ഭാവവൈവിധ്യം നിരീക്ഷിച്ചാൽ ഓരോന്നും അതിനെ ചലിപ്പിക്കുന്നവന്റെ കഴിവും ആസൂത്രണ പാഠവും രക്ഷാകർതൃത്വവും കാരുണ്യവും വിളിച്ചു പറയുന്ന മഹത്തായ ദൃഷ്ടാന്തങ്ങളാണെന്ന് കാണാം. ഇവിടെ ഇപ്പൊ കഴിയൂട്ടാ, ക്ലാസ് ഒരു 10 മിനിറ്റ് കൂടിയുള്ള. അതായത് ഈ കാറ്റ്, ഞാൻ ഇപ്പോ കാറ്റിന്റെ രണ്ട് ദൃഷ്ടാന്തം പറഞ്ഞു. ഒന്ന്, അതായത് കാറ്റ് നിശ്ചലമായാൽ ഭൂമിയിൽ ഉണ്ടാവുന്ന നമ്മളെ പോലെയുള്ള ജീവജാലങ്ങൾക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് ഞാൻ പറഞ്ഞു, ഒരു കാറ്റ് ഒരു സ്ഥലത്ത് മാത്രം നിന്നാൽ. രണ്ടാമത് അതിന്റെ ദൃഷ്ടാന്തം ഈ കാറ്റുകളാണ് മഴമേഘങ്ങളെ വേണ്ട സ്ഥലങ്ങളിലേക്ക്, മഴ നൽകേണ്ട സ്ഥലങ്ങളിലേക്ക് തള്ളിക്കൊണ്ടുപോകുന്നത് ഈ കാറ്റാണ്. അതിൽ ഏറ്റവും വലിയ ദൃഷ്ടാന്തങ്ങൾ ആലോചിച്ച് നോക്കൂ. അങ്ങനെ ഒരു കാറ്റില്ലായിരുന്നുവെങ്കിൽ ഈ കടലുള്ള സ്ഥലത്ത് നിന്ന് എങ്ങനെയാ മഴ ഉണ്ടാകുന്നത്? ഈ മഴയുടെ ചക്രം നമുക്കറിയാമല്ലേ. അത് ആ കടലിൽ നിന്ന് വെള്ളം നീരാവിയായി മുകളിലേക്ക് പൊന്തി അത് ബാഷ്പീകരണം നടന്നിട്ടില്ല, എന്നിട്ട് അത് കാർമേഘങ്ങളായിട്ട് അത് മഴ പെയ്യാണ്, താഴേക്ക് വെള്ളമായി പെയ്യാണ് മഴ, ആ ചക്രം. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, കാറ്റെന്ന സാധനം ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുക? ആ കടലിൽ നിന്ന് വെള്ളം മേലിലേക്ക് പോവും, അവിടെ കാർമേഘങ്ങൾ ഉണ്ടാവും, അവിടെ തന്നെ മഴ പെയ്യും, വീണ്ടും വെള്ളം മേലെ പോവും, കാർമേഘം ഉണ്ടാവും, അവിടെ തന്നെ മഴ പെയ്യും. കാരണം ഈ കാർമേഘങ്ങൾ എവിടേക്ക് മൂവ് ചെയ്യുന്നില്ല, കടലിന്റെ മേലെ തന്നെ നിൽക്കുകയാണ്, കാറ്റില്ല, തസ്രീഫ് റിയാഹില്ല. അപ്പൊ എന്താണ്, അവിടെ തന്നെ മഴ പെയ്യാണ്. എന്ത് കാര്യം ആലോചിച്ച് നോക്കൂ. അപ്പൊ ഈ അള്ള നോക്കൂ, ഈ കടലിൽ നിന്ന് വെള്ളം മേലേക്ക് വെച്ചിട്ട് അവിടെ അങ്ങനെ ഭാരം വഹിക്കുന്ന മേഘങ്ങളായിട്ട് ആ ഭാരം വഹിച്ച എന്താ പറയാ ജലം നിറച്ചിട്ടുള്ള ആ മേഘങ്ങളെ മരുഭൂമിയിലേക്കും മറ്റ് ആവശ്യമുള്ള ആവശ്യമുള്ള സ്ഥലങ്ങളിലൊക്കെ നമ്മൾ അറിയാതെ ഏറ്റിക്കൊണ്ടുപോകാന്ന് പറയും. പക്ഷെ ഇത് കാറ്റുകൊണ്ട് തള്ളി തള്ളി കൊണ്ടുപോയി അവിടെ നിർത്തിയിട്ട് അവിടെ അങ്ങ് ചൊരിയാണ് ആ വെള്ളം. ശരിക്കും ഭയങ്കര അത്ഭുതം അല്ലേ? ആലോചിച്ച് നോക്കുമ്പോൾ ഭയങ്കര അത്ഭുതം. അല്ല ഇങ്ങനെ നമ്മളിപ്പോ ഒരു കിണറ്റിന്ന് വെള്ളം ഒരു കുടത്തിൽ കോരിയെടുത്തിട്ട് നമ്മൾ കുറേ നടന്ന് താണ്ടിയിട്ട് വെള്ളം ഇല്ലാത്തൊരു സ്ഥലത്തേക്ക് ആ കുടം എത്തിച്ചു കൊടുത്ത് അവിടെ ഒഴിച്ചു കൊടുക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു പ്രയാസം എത്രയാണ്. വെള്ളമില്ലാത്ത സ്ഥലത്ത് നമ്മൾ കൊണ്ടുപോയി ഒഴിക്കുമ്പോൾ അത് ഈ ഭൂമി മൊത്തം അള്ളാ അങ്ങനെ പ്ലാൻ ചെയ്ത് ഏതൊക്കെ സ്ഥലങ്ങൾ വരണ്ടത്, ഏത് സമയം ഉണങ്ങിയത്, ആരൊക്കെ ജലത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇപ്പൊ ഇവിടെ അടുത്ത് മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥന ഉണ്ടായില്ലേ കഴിഞ്ഞ ആഴ്ച ഖത്തറിൽ? എല്ലാ പള്ളികളിലൊക്കെ പ്രാർത്ഥന ഉണ്ടായിരുന്നു, നമസ്കാരം. അപ്പൊ അതിനുശേഷം ഇടിമഴയൊക്കെ ഇവിടെ മഴ പെയ്തിട്ടില്ല, പക്ഷെ ഇടിയൊക്കെ ഉണ്ടായിരുന്നു. ഒരു കാറ്റിന്റെ ഒരു ഇടിയല്ല, ഒരു കാറ്റിന്റെ ഒരു മഴയുടെ ഒരു ലക്ഷണം ഉണ്ടായിരുന്നു. അപ്പൊ അതായത് ആരൊക്കെ മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, എവിടെയാണ് മഴ ആവശ്യമുള്ളത്, ഇതൊക്കെ നോക്കി അതൊക്കെ കണക്ക് കൃത്യമായി ഇന്ന മാസത്തിൽ ഇന്ന സ്ഥലത്ത് മഴ വേണം, അവിടേക്ക് അത് കൊണ്ടുപോയി എന്തോരം പ്ലാനിങ് ആണ് അള്ളാന്റെ ഒരു യുക്തിയിൽ നിന്ന് വരുന്നത്. ഒരൊറ്റ അള്ളാ ഉള്ളൂ എന്നുള്ളതിന്റെ വലിയൊരു തെളിവാണ് തസ്രീഫ് റിയാഹിലുള്ളത്.
വസ്സഹാബിൽ മുസഖരി ബൈന സമാഇ വൽ അർദ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ അല്ലേ, എത്രയോ ഉണ്ട്. അപ്പൊ ഇതാണ് കാറ്റിന്റെ ഓരോ ഭാവവൈദ്യത്തിൽ നിരീക്ഷിച്ചാൽ അവയെ ഓരോന്നിനും അവതിന്റെ ചലിപ്പിക്കുന്നവന്റെ കഴിവും ആസൂത്രണ പാഠവും രക്ഷാകർത്തും. അതിൽ കാരുണ്യമുണ്ട്. നേരത്തെ പറഞ്ഞ ലാ ഇലാഹ ഇല്ലാഹു അർ റഹ്മാനുർ റഹീം എന്ന് പറഞ്ഞ അള്ളാന്റെ കാരുണ്യം കൊണ്ടാ ഇതൊക്കെ നമ്മൾ കാണുന്നേ. ഈ കാരുണ്യം കൊണ്ട് അള്ള ഓരോ ജീവജാലങ്ങളും എവിടെയാണ് അവിടേക്ക് വെള്ളം എത്തിച്ച്, അവർക്ക് വേണ്ട വെള്ളം എത്തിച്ചു കൊടുത്ത് അവരെ ജീവിപ്പിച്ച് കാരുണ്യം കൊടുത്ത് അള്ളാന്റെ ഈ കാരുണ്യമാകുന്ന മഴ പെയ്ത് അവരെ ജീവിപ്പിച്ച് അവർക്ക് വേണ്ട വെള്ളം കുടിപ്പിച്ച് അള്ളാന്റെ കാരുണ്യം. ഈ പ്രകൃതി പ്രതിഭാസങ്ങളൊക്കെ അള്ള ചെയ്യുന്ന എന്തിനാ? ഈ ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യ ജീവജാലങ്ങളോടുള്ള കാരുണ്യം കൊണ്ടാണത്. അവരെ നോക്കി പരിപാലിക്കുകയാണ്, അവർക്ക് വേണ്ട സാധനങ്ങൾ എത്തിച്ചു കൊടുക്കുകയാണ്. എന്തോരാണ് മനുഷ്യനെ അള്ള ഇങ്ങനെ കെയർ ചെയ്യുന്നതെന്ന് ആലോചിക്കുക. അള്ളാന്റെ കാരുണ്യം ഇങ്ങനെ പ്രകൃതിയിലെ പ്രതിഭാസങ്ങളിൽ മൊത്തം മുളച്ചു നിൽക്കുകയാണ്. അപ്പൊ അതാണ് പറഞ്ഞത്, എത്ര എത്ര വലിയ കാര്യമാണിത്. ഇനി ഇവിടെ പറയുന്ന അവസാനം പറഞ്ഞത് കാറ്റിനെ പരാമർശിച്ച ഉടനെ പരാമർശിക്കുന്ന കാറ്റിന്റെ സഹായത്തോടെ ഭൂമിയെ സേവിക്കുന്ന മേഘത്തെ, അതായത് മേഘങ്ങൾ കാറ്റിനാൽ ചലിപ്പിക്കപ്പെടുന്നു, മലകളാൽ തടയപ്പെടുകയും തണുപ്പിക്കപ്പെടുകയും ചെയ്ത് മഴയായി വർഷിക്കുന്നു ആയിരുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ വിദൂര വാനത്ത് സ്ഥിതി ചെയ്യുന്ന സൂര്യന്റെ താപത്താൽ ഉയരുന്ന നീരായി വാനലോകത്തിന് കീഴെ ഭൂമിക്ക് മുകളിൽ ഭൗമാന്തരീക്ഷത്തിൽ നിന്ന് തങ്ങാതെ സൂര്യനോളം ഉയർന്നു പോയിരുന്നുവെങ്കിൽ ഈ ഭൂമി എന്നോ വരണ്ടുണങ്ങി നിർജ്ജല പീഠമായി മാറിയിട്ടുണ്ടാകുമായിരുന്നു. അതായത് ഇവിടെ ഈ ബൈനസമായി വൽ അർദി എന്നുള്ള സ്ഥലത്തുള്ള ഇതെന്താണെന്നറിയോ? ഈ സഹാബുൽ മുസഖർ, ഈ സഹാബിനെ മേഘത്തെ അള്ള നിർത്തിയത് ബൈനസമായി, നമുക്ക് അടുത്തുള്ള ആകാശങ്ങൾക്കിടയിൽ, ഈ ആകാശത്തിന്റെ ഭൂമിന്റെ ഇടയിൽ ഇങ്ങനെ സ്റ്റോപ്പ് ചെയ്ത് അവിടെ തടഞ്ഞു വെച്ചിരിക്കുന്നതില് ദൃഷ്ടാന്തം എന്താന്ന് വെച്ചാൽ നിങ്ങൾ ഒന്ന് ആലോചിച്ചാൽ മതി. ഈ കടലിൽ നിന്ന് നീരാവിയാകുന്ന ആ നീരാവി അങ്ങനെ പോയി ആദ്യത്തെ ആകാശവും കടന്ന് ആകാശത്തിന് മേലെ മേലെ അങ്ങനെ പോവുകയാണെങ്കിൽ എവിടുന്നാ നമുക്ക് വെള്ളം കിട്ടുക? എന്തോരം ദൃഷ്ടാന്താണ് അല്ലേ? അതായത് അതങ്ങനെ ആവിയായിട്ട് അങ്ങനെ പോവാണ് കടലിലെ വെള്ളം, എവിടെയൊക്കെയോ മേലേക്ക് മേലേക്ക് ആകാശങ്ങളോളം താണ്ടി താണ്ടി പോവാ, എവിടെയും നിൽക്കുന്നില്ല. ആലോചിച്ച് നോക്കൂ, എത്ര വലിയ ദൃഷ്ടാന്തം. അള്ള നിർത്തുകയാണ് അവിടെ. ആ ആകാശത്തിന് മേലെ പോവല്ലേ, എന്റെ അടിമകൾക്ക്, എന്റെ അടിമകളായ ജീവികൾക്ക് വെള്ളം വേണം. അപ്പൊ അവിടെ അള്ള കെട്ടി നിർത്തുകയാണ് ആ നീരാവിയെ. അതൊക്കെ എന്തോരം കാര്യങ്ങളാണ് അതിലുള്ളത്. അപ്പൊ ഈ ഭൂമി ശരിക്കും ഉണങ്ങി പോവായിരുന്നു അങ്ങനെ ആ നീരാവി പോയാല്. ഡ്രൈ ആയി ഒന്നും അല്ലാതായി പോകും. കാറ്റിന്റെയും മലകളുടെയും സ്വാധീനം അന്തരീക്ഷത്തിൽ തങ്ങി നിൽക്കുന്നത് കൊണ്ട് ആ മേഘങ്ങളെ മുസഖർ വിധേയപ്പെട്ടത് എന്ന് പറയുന്നത് കേട്ടോ. അവിടെ ഇങ്ങനെ അത് നമുക്ക് വേണ്ടി വിധേയപ്പെട്ട് നിൽക്കുകയാണ് ആ മേഘം. അവിടെ എങ്ങോട്ട് നീങ്ങണം, എവിടെ മഴയായി വർഷിക്കണം എന്ന ദൈവകൽപ്പനയും കാത്ത് ആജ്ഞാനുവർത്തിയായി നിലകൊള്ളുന്നത് എന്ന അർത്ഥത്തിലാണ് സഹർ എന്ന് പറയുന്നത്. അവിടെ അള്ളാന്റെ നിയമത്തിന് ഇങ്ങനെ വിധേയമായിട്ട് ഇങ്ങനെ മുസഹർ എന്ന് പറഞ്ഞാൽ വിധേയപ്പെട്ടത് എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പൊ ഇതാണ്. പിന്നെ വെള്ളത്തിന്റെയും വായുവിന്റെയും സൂചനമൊക്കെ വിധേയത്വം ചില സന്ദർഭങ്ങളിൽ വിശുദ്ധ ഖുർആനില് സൂറത്ത് യാസീനിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. സഹറ എന്ന വാക്ക് എല്ലാ ഗ്രഹങ്ങളും അള്ളാഹുവിന് വിധേയപ്പെട്ട് നിൽക്കുകയാണ് എന്നുള്ളത്. ഇനി ഈ പറഞ്ഞ ദൃഷ്ടാന്തങ്ങളിലെല്ലാം അവസാനമായി പറയുന്നില്ല തീർച്ചയായും ചിന്തിക്കുന്ന ജനങ്ങൾക്ക് ദൃഷ്ടാന്തമുണ്ട്, ചിന്തിക്കുന്ന ജനങ്ങൾക്ക് ദൃഷ്ടാന്തമുണ്ട് എന്ന് പറഞ്ഞത്. പിന്നെ ഇതെല്ലാം ശരിക്കും ഞാനീ പറഞ്ഞ ദൃഷ്ടാന്തങ്ങളുണ്ടല്ലോ, പ്രകൃതി പ്രതിഭാസങ്ങളിലെ ഭൂമിയുള്ള കാലത്തേ ഉള്ള കാര്യങ്ങളാണ് ഇപ്പൊ പറഞ്ഞത് കേട്ടോ. ഈ ഭൂമിയുള്ള കാലത്തേ പണ്ട് മുതലേ ഉള്ള പ്രതിഭാസങ്ങളാണ്. പക്ഷെ ഈ പഞ്ചേന്ദ്രിയങ്ങൾ മുഴുവൻ വേണ്ട, അതിലേതെങ്കിലും ചിലത് മാത്രം ഉള്ളവർക്കും അതെല്ലാം ഗോചരമാണ്. ഇപ്പൊ ഈ പിന്നെ മനുഷ്യന് ഈ ഭൂമിയെ കുറിച്ച് ചിന്തിക്കാന് എല്ലാ ഇന്ദ്രിയങ്ങളൊന്നും വേണമെന്നില്ല. കണ്ണും കാതും എല്ലാം ഉള്ളവർക്ക് മാത്രമേ ചിന്തിച്ചാൽ മനസ്സിലാവുന്നില്ല. അപ്പൊ ഈ കണ്ണില്ലാത്ത ഒരാളുകൾക്ക് കേൾക്കുന്നതിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ ഗ്രഹിക്കാൻ പറ്റും. കാരണം അവയെ ഓരോന്നും മനുഷ്യന്റെയും അസ്തിത്വവും നിലനിൽപ്പിനും അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുന്നു. എന്നിട്ടും മനുഷ്യരിൽ അധിക പേരും അവ ഗ്രഹിക്കുകയും സ്വന്തം സൃഷ്ടാവിനെ കണ്ടെത്തുകയും ചെയ്യാത്തത് എന്തേ എന്നുള്ള ചോദിക്കുകയാണ്. ഈ ചോദ്യത്തിന് ഉത്തരം ഉൾക്കൊള്ളുന്നതാണ് സൂക്തത്തിന്റെ അവസാന ഘട്ടം. ലായാത്തിൽ ഖൗമിയഖിലൂൻ, ചിന്തിക്കുന്ന ജനങ്ങൾക്ക് മാത്രമേ. ഇപ്പൊ ഈ പറഞ്ഞ ക്ലാസ്സിൽ നിന്ന് തന്നെ നമുക്ക് ശരിക്കും നമ്മുടെ ചിന്ത പോയില്ലേ? പല കാര്യങ്ങളിലേക്ക് നമ്മുടെ ചിന്ത പോയപ്പോഴാണ് യാ അള്ളാ സുബ്ഹാനല്ലാ, അള്ളാ എത്ര പെർഫെക്റ്റ് ആണ്, പരിശുദ്ധനാണ്, നമുക്ക് ഉള്ളിൽ നിന്ന് നമുക്ക് തട്ടി പറയാൻ പറ്റുന്നതാണ്. ഇത്രയും വലിയ ദൃഷ്ടാന്തങ്ങളും വലിയ വലിയ കാര്യങ്ങളും നമുക്ക് ചിന്തിച്ച് മനസ്സിലാക്കുമ്പോഴാണ് മനസ്സിലാകുന്നത്. ഇല്ലെങ്കിൽ നമ്മൾ സാധാരണ ഓരോ ദിവസം അങ്ങനെ പോകും, ഇതിനെപ്പറ്റിയും ചിന്തിക്കോ അതിലേക്ക് ചിന്ത കൊണ്ടുപോയില്ല.
അപ്പൊ ശരിക്കും ചിന്തിക്കുന്നവർക്ക് മാത്രമേ അള്ളാന്റെ ഒരു അസ്തിത്വം, അള്ളാന്റെ കഴിവും ആ ഒരു പെർഫെക്ഷനും കണ്ടെത്താൻ പറ്റുള്ളൂ എന്നുള്ളത് ഖുറാനിൽ ഒരുപാട് തവണ പറഞ്ഞതാണ്. അപ്പൊ ഈ ബുദ്ധി, അക്കല് എന്ന് പറഞ്ഞ വാക്കിനർത്ഥം ബുദ്ധി എന്നാട്ടോ. അക്കല് അങ്ങനെയാണ്. ഈ അക്കല്, നിങ്ങൾ ബുദ്ധി ഇല്ലേ, നിങ്ങൾ ചിന്തിക്കുന്നില്ലേ, ആ ബുദ്ധി ഉപയോഗിച്ച് നിങ്ങൾക്ക് ചിന്തിക്കുന്നില്ലേ എന്നുള്ള തരത്തിലാണ് ഇവിടെ പറയുന്നത്. അപ്പൊ ഇവിടെ പറയുന്നത് ഈ ഉപയോഗിക്കുന്നവരിൽ തന്നെ, ഈ ബുദ്ധി ഉപയോഗിക്കുന്ന ആളുകളിൽ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ചാൽ, ഇവിടെയൊക്കെ ചില ചില പ്രകൃതിയെ കാണുന്ന ആളുകൾ പല പല ആളുകളും പല രീതിയിലാണ് കാണുക അല്ലെ. ചില ആളുകൾ പ്രകൃതിയെ മുഴുവൻ ആസ്വദിച്ച് അതിലിങ്ങനെ ഉടനെ അവരെ മനസ്സിനൊക്കെ നല്ല സമാധാനം കിട്ടി പ്രകൃതിയിൽ ഇങ്ങനെ അവർ ചെലവഴിക്കുമ്പോൾ അവർക്ക് എന്തൊക്കെയോ ഒരു 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 ഫീലിംഗ് കിട്ടും. പക്ഷെ ചില ആളുകൾ പ്രകൃതി കാണുമ്പോൾ അള്ളാനെ അങ്ങനെ സ്തുതിച്ചുകൊണ്ടിരിക്കും. അവരിങ്ങനെ അള്ളാഹുലേക്ക് അങ്ങനെ പോരോ കാണുമ്പോഴും. അങ്ങനെയുണ്ട് കുറെ ആളുകൾ. പിന്നെ അല്ലേ, പിന്നെ ചില ആളുകൾ അള്ളാഹു ഇല്ല നിഷേധികളായി മാറുന്നുണ്ട് പ്രകൃതി കാണുമ്പോൾ. ഇതൊക്കെ വെറുതെ ഉണ്ടായത്, ഇതൊക്കെ എന്ത് പറയാനാണ് അല്ലെ, അതിലൊന്നും ഒരു അത്ഭുതം കാണാതെ ഇതൊക്കെ വെറും ഒരു സയൻസിന്റെ പ്രവർത്തനം മാത്രം. ഇന്നത് യോജിക്കുമ്പോൾ ഇന്നതാകുന്നു, ഇന്നത് വരുന്നു, ഇന്ന റിസൾട്ട് കിട്ടുന്നു, അത്തരത്തിൽ മാത്രം ചിന്തിക്കുന്ന ആളുകളും ഉണ്ട്. അപ്പൊ ഈ ബുദ്ധി ഉപയോഗിക്കുന്നിടത്ത് വലിയൊരു വിഭാഗം ആളുകൾ നേരത്തെ തങ്ങൾ സ്വീകരിച്ചിട്ടുള്ള ബുദ്ധിശൂന്യമായ തത്വങ്ങളെയും നിലപാടുകളെയും ബുദ്ധിപരമെന്നും സത്യമെന്നും സമർത്ഥിക്കുന്നതിന് വേണ്ടിയാണ് അത് ഉപയോഗിക്കുന്നത്. അങ്ങനെ അവർ സ്വന്തം ബുദ്ധി കൊണ്ട് തന്നെ ബുദ്ധിയെ നിഷ്ഫലമാക്കുന്നു. ഇത്തരം ആളുകൾക്കൊന്നും പ്രപഞ്ചത്തിലെ സുവ്യക്തമായ ദൈവിക ദൃഷ്ടാന്തങ്ങൾ ഗ്രഹിക്കാൻ കഴിയുകയില്ല. അപ്പൊ അതാണ് ഈ ആയത്തിൽ പറഞ്ഞത്. അപ്പൊ ഈ ആയത്ത് വലിയൊരു ആയത്താണ്. ഇനിയിപ്പോ മറ്റൊരു ആയത്തിന് വിശദീകരണം അടുത്ത ക്ലാസ്സിൽ പറയാം. 165-ാമത്തെ ആയത്തെ ഈ ഒരു വലിയ ആയത്ത്, ദൃഷ്ടാന്തമുള്ള ഈ ആയത്ത്, ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദി വഖ്തിലാഫിൽ ലൈലി വന്നഹാരി വൽ ഫുൽകില്ലതി തജ്രി ഫിൽ ബഹരി ബിമാ യൻഫഉൻ നാസ വമാ അൻസലല്ലാഹു മിനസ് സമാഇ മിൻ മാഇൻ ഫഅഹ്യാ ബിഹിൽ അർദ ബഅദ മൗതിഹാ വബസ്സ ഫീഹാ മിൻ കുല്ലി ദാബത്തിൻ വതസ്രീഫിർ റിയാഹി വസ്സഹാബിൽ മുസഖ്ഖരി ബൈനസ് സമാഇ വൽ അർദി ലആയാതിൻ ലിഖൗമി യഖിലൂൻ. മൂന്നിർത്ത അള്ളാഹു നമുക്ക് നന്നായി, അല്ലാഹു റബ്ബ് തന്ന നമ്മുടെ ബുദ്ധി ഉപയോഗിച്ച് നന്നായി ചിന്തിക്കുവാനും എല്ലാ കാര്യങ്ങളിലും അള്ളാഹുവിന്റെ ഒരു ശക്തിയും തൗഹീദും കണ്ടെത്തുവാൻ നമുക്ക് അള്ളാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ. അത്തരത്തിൽ അള്ളാഹുവിലുള്ള ദൃഢവിശ്വാസത്തോടു കൂടി അള്ളാഹിനുള്ളിലേക്ക് ശരിയായ രീതിയിൽ അള്ളാഹിനെ മനസ്സിലാക്കിയിട്ട്, അള്ളാഹിന്റെ കഴിവുകളെ ശരിയായ രീതിയിൽ മനസ്സിലാക്കിയിട്ട്, ആ അള്ളാഹിന്റെ കഴിവുകൾ നമ്മളുടെ ജീവിതത്തിൽ ഓരോ ഘട്ടത്തിലും നമുക്ക് മനസ്സിലേക്ക് വരുമാറ്, നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളെ അതുമൂലം പരിഹരിക്കാൻ ഉതകുമാറ് നമ്മുടെ അറിവിനെ അള്ളാഹു സമ്പുഷ്ടമാക്കി തരുമാറാകട്ടെ. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ വസ്സലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വൽ അസ്രി ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ ഇല്ലല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്തി വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ് സബ്ർ. ആമീൻ.